അപ്പൊ മാനസാന്തരം ഞാൻ തിരിഞ്ഞു വരണം. നേരത്തെ പോയ വഴിയിൽ കൂടെ ഒന്നും പോകരുത്, അവിടെ നേരെ തിരിയണം. അതാ മാനസാന്തരം. നമ്മൾ മാനസാന്തരപ്പെട്ടിട്ടും പിന്നെ അതിലെ തന്നെയാ പോകുന്നത്. ഇടയ്ക്കിടക്കൊന്ന് നിന്ന് വെച്ചൊന്ന് നോക്കുന്നുണ്ട്, തിരിയണമെന്നാണല്ലോ. തന്നെയല്ല നമ്മൾ പെന്തിക്കോസുകാര് ഈ ഉപേക്ഷിക്കുന്നെന്ന് പറയുന്നത് പുറകോട്ടാ ഉപേക്ഷിക്കേണ്ടത്, പക്ഷേ നമ്മളെല്ലാം മുന്നോട്ടാ ഉപേക്ഷിക്കുന്നത്. ഉപേക്ഷിക്കേണ്ടത് പുറകോട്ടാ എറിയേണ്ടത്, ഇല്ലേ? നമുക്കൊരു സാധനം വേണ്ട, അത് പുറകോട്ടെറിഞ്ഞ നമ്മളങ്ങ് പോവുക. പക്ഷെ നമ്മൾ പെന്തിക്കോസുകാർ ചിലര് എല്ലാവരും മുന്നോട്ടാ എറിയുന്നത്. കമ്മലും മാലയും വേണ്ടെന്ന് പറഞ്ഞ് 47 മുന്നോട്ടെറിഞ്ഞു. 2020 ഞാൻ ഇപ്പൊ നടന്നു വന്ന് അത് എടുത്തോണ്ട്. പക്ഷെ അന്ന് പുറകോട്ടെറിഞ്ഞേച്ച അവര് മുന്നോട്ട് നടന്നു, നമ്മള് മുന്നോട്ടെറിഞ്ഞേച്ച 2025 ഞാൻ പറഞ്ഞ് ഇടുന്നവർക്ക് കുഴപ്പമില്ല, ഇടണമെങ്കിൽ ഇടണ്ടെങ്കിൽ ഇടണ്ട, ആസ് യു ലൈക്ക്. ഒരു ഇംഗ്ലീഷും കൂടി ഇരിക്കട്ടെ, തെറ്റിയോ? വേണ്ടാന്നുള്ളത് പുറകോട്ടാ കളയണ്ടേ. ഈ പുസ്തകം സത്യവേദ പുസ്തകം. ഇവിടെ ഇരിക്കുന്നവരെല്ലാവർക്കും ഇത് അറിയാം. സ്റ്റേജിൽ ഇരിക്കുന്ന എൻ്റെ സഹോദരന്മാരെല്ലാം ഇത് മനപ്പാഠം പഠിച്ചേച്ചിരിക്കുക. പിന്നെ ഞാൻ പറയുന്നു ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം. നിങ്ങളും അത്ര മോശക്കാരല്ല. പണ്ടൊരു സഹോദരി പറഞ്ഞ പോലെ എൻ്റെ ഭർത്താവും അത്ര മോശമല്ലെന്ന്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം. അറിയാത്ത ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഓൺലൈനിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിന് പറയാം. ഈ പുസ്തകം 66 പുസ്തകങ്ങൾ അടങ്ങുന്ന മഹത്തായ പുസ്തകമാണ് സത്യവേദ പുസ്തകം. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം, ഇങ്ങനെ 66 പുസ്തകം. ചില ആൾക്കാരുടെ കയ്യില് പുസ്തകം അല്പം കൂടുതലുണ്ട്. അതാരാന്ന് ഞാൻ പറയത്തില്ല, അവരെ കാണുമ്പോൾ അറിയാം. ഈ ഏരിയയിലും ഉണ്ട്. അപ്പൊ അവരുടെ പോക്കും നടപ്പും എടുപ്പും ഉടുപ്പും ഒക്കെ കാണുമ്പോൾ അറിയാം അത് പുസ്തകം കൂടുതലുള്ള ആൾക്കാരാ പോകുന്നത്. അപ്പൊ എന്തായാലും ഇത് 66 പുസ്തകം. ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, അറിയാത്തവരുടെ അറിവിനാ. കാരണം നമ്മൾ എന്തുവാ ഇവിടെ പറയുന്നതെന്ന് ചിലർക്ക് മനസ്സിലാകുകയില്ല. അപ്പൊ അത് ഇന്ന കാര്യമാണെന്ന് അറിയണം, അതിനാ. ഈ 66 പുസ്തകം ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ടാ എഴുതി തീർത്തത്. ഏതാണ്ട് 40 എഴുത്തുകാര് 1600 കൊല്ലം കൊണ്ട് വിവിധ രാജ്യങ്ങളിലിരുന്നാണ് ഈ പുസ്തകം എഴുതി തീർത്തിരിക്കുന്നത്. അതിൽ പലരും തമ്മിൽ കണ്ടിട്ടില്ല, ആശയവിനിമയങ്ങളൊന്നും നടത്തിയിട്ടുമില്ല. ഇന്നത്തെ പോലെ അതിനുള്ള സാധ്യതകൾ അന്നില്ല. പക്ഷെ ഇവര് എഴുതി ഇത് തീർന്നപ്പോൾ ഇതെല്ലാം ഒത്തെന്നുള്ളതാ വിശേഷത. തിരുത്തേണ്ട വന്നിട്ടില്ല, തെറ്റുണ്ടെന്ന് പറയേണ്ട ഗതികേട് വന്നിട്ടില്ല. ഉൽപ്പത്തി പറഞ്ഞത് വെളിപ്പാട് പുസ്തകം എത്തുമ്പം വെട്ടേണ്ട ഗതികേടൊന്നും പുസ്തകത്തിന് വന്നിട്ടില്ല. കാരണം ഇവരിലെല്ലാം വ്യാപരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആത്മനിയോഗം പ്രാപിച്ചാണ് ഇവരെല്ലാം ഇത് എഴുതിയത്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ പുസ്തകത്തെ 2 ഭാഗങ്ങളായിട്ടാ, പഴയ നിയമവും പുതിയ നിയമവും. അപ്പം ഒരു കാര്യം പറയാം, കൂടുതൽ നിയമം ആചരിക്കേണ്ടത് നമ്മളാ, നിയമം തെറ്റിക്കാതെ പോകേണ്ടതും നമ്മളാ. പക്ഷെ കൂടുതൽ നിയമം തെറ്റിക്കുന്നതും എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. ദൈവത്തിന്റെ മഹത്വം. 2 പേര് പോകേണ്ട ബൈക്ക് 4 പേരാ പോകുന്നത്. തെറ്റിക്കുന്നുണ്ട്. സിഗ്നൽ ഉണ്ടെങ്കിലും നമ്മൾ കയറി അങ്ങ് പോവുക. ആട്ടെ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന്റെ മഹത്വം. ഇങ്ങനെയുള്ള ഈ പുസ്തകം 2 ഭാഗം, നിയമങ്ങൾ, പഴയ നിയമവും പുതിയ നിയമവും. നമുക്കറിയാം, പഴയ നിയമം 39 പുസ്തകം, പുതിയ നിയമം 27 പുസ്തകം. ആ 39 പുസ്തകം 32 പേര് ചേർന്ന് എഴുതി. പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 പേര് ചേർന്ന് എഴുതി. ആ പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 പേര്. ആ 8 പേര് 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാര് 4 പേര്. 1 പത്രോസ്, 2 യോഹന്നാൻ, 3 പൗലോസ്, 4 മത്തായി. ഇവര് 4 പേര് ചേർന്നാണ് ഈ അപ്പോസ്തലന്മാർ. 4 പേര്. 4 പേര് അപ്പോസ്തലന്മാരല്ല. അതിൽ 1 യാക്കോബ്, 2 യൂദ, 3 മർക്കോസ്, 4 ലൂക്കോസ്. ആ 4 പേര് 2 പേര് 2 അപ്പോസ്തലന്മാരുടെ കൂടെ ശുശ്രൂഷ ചെയ്തവരാ. 1 മർക്കോസും 2 ലൂക്കോസും. മർക്കോസ് പത്രോസിന്റെ കൂടെയും ലൂക്കോസ് പൗലോസിന്റെ കൂടെയും. ഇങ്ങനെയാണ് 8 പേര് പുതിയ നിയമത്തിലെ 27 പുസ്തകം എഴുതി തീർത്തത്. അതിൽ പുതിയ നിയമത്തിലെ പുസ്തകം തരംതിരിച്ച് പഠിക്കുമ്പോൾ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. 5 പുസ്തകം. അത് 4 പുസ്തകം സുവിശേഷവും
അത് യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകമാണ്. അതിൽ 4 പുസ്തകം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 പുസ്തകം യേശു ക്രിസ്തുവിന്റെ ചരിത്രവും 5-ാമത്തെ പുസ്തകമാകുന്ന അപ്പോസ്തല പ്രവൃത്തി ആദിമ സഭയുടെ ചരിത്രമാണ്. ഇങ്ങനെയാണ് 5 ചരിത്ര പുസ്തകങ്ങൾ. പിന്നീട് ലേഖന പരമ്പരകളാ. നമുക്കറിയാം, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം. അത് മുഴുവൻ ഉപദേശ വിഷയങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ മുഴുവൻ ഉപദേശങ്ങളാ. എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ ഉപദേശം കൊടുക്കണം നന്നായിട്ട്. വെളിയിൽ രക്ഷകന്റെ ദൂത് പറയണം. യേശു ക്രിസ്തു മാത്രം രക്ഷകൻ. ആ രക്ഷകന്റെ ദൂത് കേട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അകത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷകന്റെ ദൂതല്ല കൊടുക്കേണ്ടത്, ഉപദേശങ്ങൾ കൊടുക്കണം. അതാണ് റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം ഉപദേശ വിഷയങ്ങളാണ്. ഒടുവിൽ വെളിപ്പാട് പുസ്തകം. അങ്ങനെയാണ് പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ. ഇന്ന് രാത്രി നമ്മൾ പുതിയ നിയമ പുസ്തകമാകുന്ന യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവെഴുത്താണ് ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം. എന്താണ് സുവിശേഷം? എല്ലായിടങ്ങളിലും ഞാൻ പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക. കാരണം സുവിശേഷ യോഗമായതുകൊണ്ട് അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ ഇന്നാൾ കേട്ടതല്ലയോ എന്ന്. അതെ, ശരിയാ. ഇന്നാള് ശ്വാസം വിട്ടതാ, പിന്നെ വിട്ടില്ലേ? ഞാൻ മിനിഞ്ഞാന്നൊന്ന് വിട്ടതാ. നിരന്തരം വിട്ടുകൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച ഭക്ഷണം കഴിച്ചതാ, പിന്നെ കഴിക്കുക. അത് കഴിഞ്ഞ് എത്ര നേരം, ഒരു ദിവസം തന്നെ എത്ര നേരം ഇപ്പൊ തന്നെ കഴിച്ച് പരുവക്കേടായിട്ടാണ് ചെല്ല് വന്നിരിക്കുന്നത്. കാരണം ഇരിപ്പ് കാണുമ്പോൾ അറിയാം ശ്വാസം പോലും വിടാൻ ചിലക്ക് പറ്റുന്നില്ല. അപ്പൊ കുറ്റമല്ലി പറഞ്ഞത് ശരീരത്തിന്റെയും വിശപ്പിന്റെ അനുസരിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇതെത്ര കേട്ടാലും മതി വരികയില്ല. അപ്പൊ അതുകൊണ്ട് ഇത് സുവിശേഷ യോഗമാണല്ലോ. എന്താണ് സുവിശേഷം? ശ്രദ്ധിക്കുക. സുവിശേഷം മതം മാറ്റുകല്ല, സഭ മാറ്റുകല്ല, സംഘടന മാറ്റുകല്ല, ആൾക്കാരുടെ സ്വൈര്യം കെടുത്തുകല്ല. അങ്ങനെയുള്ള മാർഗങ്ങൾ ഒത്തിരി ഉണ്ട്. സ്വസ്ഥത കെടുത്തി, സ്വൈര്യം കെടുത്തി. നമ്മുടെ ആൾക്കാർ ചെല്ലുമ്പോഴേ പറയും 9 ആകുമ്പോൾ നിർത്തണമെന്ന്. അത് നല്ലതാ. വണ്ടിയില്ലാത്തവരുണ്ട്, ദൂരെ പോകേണ്ടവരുണ്ട്, 9:15 ഇഞ്ചക്ഷൻ എടുക്കേണ്ടവരുണ്ട്. അതിന് ഇവിടെ വെച്ചുകൊണ്ടിരുന്ന കാര്യം താഴെ വീണെങ്കിൽ 9:45 2 ഉണക്കച്ചപ്പാത്തി അടിക്കുന്നവരുണ്ട്. അത് സമയത്ത് കിട്ടിയില്ലേ? അത് നല്ലതാ. 9 ഞാനും എന്നോടും പറഞ്ഞു 9 തന്നെ നിർത്തും. അപ്പം പറഞ്ഞതിന്റെ സാരം, നമുക്കതെല്ലാം നിയമം വന്നു. പക്ഷേ നിങ്ങൾ ചില യാത്രയൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞ് റോഡിലൊക്കെ 11 മണിക്ക് റോഡ് ബ്ലോക്കാ. റോഡ് കൂടെ യാത്ര ചെയ്യാൻ മേല. ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ 11:45 കോളാമ്പി വെച്ച് കെട്ടി ഭയങ്കര മേള. എവിടാന്നൊന്നും എന്നോട് ചോദിക്കരുത്. നിയമം എല്ലാവർക്കും ബാധകമാ. പിന്നെ ഒരു കാര്യമുണ്ട്, അവർക്കിത് കേൾപ്പിക്കണമെന്നുണ്ട്, നമുക്കിത് കേൾപ്പിക്കണമെന്നില്ല. അതാ വിഷയം. നമുക്ക് തന്നെ ഇത് കേൾക്കണമെന്ന് അതല്ലേ. മൈക്കോളി ഒന്നുമില്ലല്ലോ, ആരും കേൾക്കണ്ട. എല്ലാം ഇങ്ങനെ കലാമണ്ഡലത്തിൽ നിറഞ്ഞ പോലെ നിൽക്കുക. എല്ലാം ആംഗ്യമാ. പിന്നെ നമ്മൾ കുറെയൊക്കെ പിടിച്ചെടുക്കുക, തങ്കച്ചൻ ഇന്നതാ പറഞ്ഞെന്ന്. അപ്പൊ ഒരു കാര്യം പറയാ, ഇത് കേൾപ്പിക്കാനും താല്പര്യമൊന്നുമില്ലല്ലോ, ഇത് കേൾക്കാനും താല്പര്യം. എല്ലാരും നടത്തി, നമ്മളും നടത്തി എന്ന് ഒരു പേരിനാ ചിലര് ചെയ്യുന്നത്. അതല്ല വിഷയം. നമ്മുടെ ഉന്നം തെറ്റരുത്, ലക്ഷ്യം തെറ്റരുത്. ഇടയ്ക്ക് കയറി പറയാ, അപ്പനാകുന്ന ഇശായി ദാവീദിനെ വിളിച്ചേച്ച് പറഞ്ഞ, മോനെ ചേട്ടന്മാരെല്ലാം പടക്കളത്തിലുണ്ട്, നീ ഒരു കാര്യം ചെയ്യണം, അവിടെ പോയി ഫോട്ടോ എടുത്ത് വാട്സപ്പിലിട്ട് യൂട്യൂബിലിട്ട് കാശുണ്ടാക്കുകയല്ല, നീ അവിടെ പടക്കളത്തിൽ ചെന്ന് ചേട്ടന്മാരുടെ ക്ഷേമം അറിഞ്ഞ് ലക്ഷ്യം വാങ്ങി വരണം. ലക്ഷ്യം ഉണ്ടായിരിക്കണം, നമുക്കൊരു ഉന്നം ഉണ്ടായിരിക്കണം. ദൈവത്തിന് മഹത്വം. ദാവീദ് മകുതുകൊണ്ട് നല്ല ലക്ഷ്യത്തോടാ പോയത്. എന്റെ ഭാഷ പറഞ്ഞ ചേട്ടന്മാരുടെ നിപ്പും പടുതി ഒന്നുമല്ല ദാവീദിന്റെ ഉന്നം. അവന്റെ ഉന്നം ഇസ്രായേലിന്റെ ദൈവത്തെ പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന ഗോലിയാത്ത. അതുകൊണ്ട് ആ സഞ്ചിക്കകത്ത് കൈയിട്ട് കല്ലെടുത്ത് കമണയിൽ വെച്ച് വീശി ഫെലിസ്ത്യന്റെ നെറ്റിക്കിട്ട് ഉന്നം പിടിച്ചു. അങ്ങനെ അടിച്ചേക്കുന്നത്. നെറ്റിക്കിട്ട് ഉന്നം പിടിച്ച് കൃപയിൽ നിറഞ്ഞ, എന്റെ ഭാഷയാ, കൃപയിൽ നിറഞ്ഞൊരൊറ്റ ഏറ് സൂക്ഷം തിരുനെറ്റിക്ക് കൊണ്ടു. അവൻ താഴെ വീണു. അവന്റെ ഓടിച്ചെന്ന്, എന്റെ ഭാഷയാ, അവന്റെ നെഞ്ചത്ത് കയറി അവന്റെ ഉറകിൽ നിന്ന് അവന്റെ വാളൂരി അവന്റെ തല വെട്ടി ജയഭേരി മുഴക്കി ലക്ഷ്യവുമായിട്ടാ തിരിച്ചു വന്നത്. ഇതാണ് കാൽവറിയിൽ നടന്നത്.
മരണത്തിന്റെ അധികാരിയാകുന്ന പിശാച് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മുതൽ മരണഭീതി വിതച്ച് മാനവകുലത്തെ, മാനവ ജനതയെ മരണഭീതിക്ക് അടിമപ്പെടുത്തി കിടന്നപ്പോൾ അവന്റെ ആയുധമാകുന്ന മരണം കൊണ്ട് യേശു അവനെ കീഴ്പ്പെടുത്തി ജയിച്ച് മരണത്തിന്റെ അടിമനുഖത്ത് കിടന്ന എന്നെയും നിങ്ങളെയും രക്ഷിച്ച് വീണ്ടെടുത്ത് തന്റെ ലക്ഷ്യത്തെ പൂർത്തിയാക്കിയ യേശു, അതാണ് നമ്മുടെ രക്ഷാനായകൻ. അപ്പൊ ലക്ഷ്യം ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ നമുക്ക് നിർത്താം, ചില കാര്യങ്ങൾ പറയാം. അപ്പൊ ശ്രദ്ധിക്കുക, മനുഷ്യന്റെ സ്വൈര്യം കെടുത്തുകയോ സഭ മാറ്റുകയോ സംഘടന മാറ്റുകയോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നല്ല സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. ധന്യനായ പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് ആ വാക്യം പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമുക്ക് മനഃപാഠമായെങ്കിലും ഒന്ന് വായിച്ചു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു സുവിശേഷം. ഒന്ന് വായിച്ചു. ആരാ വായിക്കുന്നേ? എവിടാ വായിക്കുന്നേ? മോളെ വായിച്ചോ, പെട്ടെന്ന് വായിര്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പോൾ ശ്രദ്ധിക്കുക, സുവിശേഷം മതം മാറ്റുകല്ല, സഭ മാറ്റുകല്ല, സംഘടന മാറ്റുകല്ല, നാട്ടുകാർക്ക് സ്വൈര്യക്കേട് വരുത്തുന്നതല്ല, റോഡ് ബ്ലോക്ക് ചെയ്യുന്നതല്ല, പടിവാള് ചുടത്തിയേച്ച് മതത്തിൽ ചേർക്കുന്നതല്ല, കൊരവള്ളിയുടെ ഇവിടെ കൊണ്ടുവന്ന് തോക്ക് ചൂണ്ടിയേച്ച് ഞങ്ങളുടെ മതത്തിൽ ചേരടാ, ഇല്ലേ നിന്നെ ഇപ്പൊ കാച്ചിക്കളയും, അതല്ല സുവിശേഷം. അങ്ങനെയൊക്കെ മതത്തിൽ ചേർക്കുന്നവരുണ്ട്. തിരിച്ചു വന്നില്ലേ നിന്നെ ഒറ്റ കുത്തിന്, അതല്ല സുവിശേഷം. സുവിശേഷം ഒരു വ്യക്തിയാണ്, അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. ദാവീദിന്റെ സന്തതിയായി വായിച്ചേ മോളെ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. വന്നുദിച്ച ധന്യനിമ്മാനുവേൽ ഇവൻ താനേ, കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവേൽ ഇവൻ താനേ. ഇവനെ ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. അപ്പൊ ശ്രദ്ധിക്കുക, കന്യാശൂന്യമായി ഭൂമിയിൽ അവതരിച്ച നസറയനാകുന്ന യേശു ക്രിസ്തു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, അതാ സുവിശേഷം. ഓടിച്ചു പറയാം. ഇനി എന്തിനാ ഈ സുവിശേഷം? എന്തിനാ സുവിശേഷം? കുറെ ആൾക്കാരുടെ വൈദ്യപ്പഴപ്പിനല്ല. എല്ലാരും വൈദ്യപ്പഴപ്പിനാ ഇല്ലേ? എല്ലാരും ആരാ വൈദ്യപ്പഴപ്പനില്ലാതെ ജീവിക്കുന്നത്? എല്ലാരും വൈദ്യപ്പഴപ്പിനാ. എന്നാൽ ചില ആൾക്കാർ സുവിശേഷകരെ കൊണ്ട് മാത്രമാണ് പറയുന്നത് വൈദ്യപ്പഴപ്പിനാണ്. ഇത് വൈദ്യപ്പഴപ്പിന്റെ മാർഗമല്ല. ഒരു പണിയില്ലാഞ്ഞിട്ട് നടക്കുന്നവരല്ല ഇവിടെ ഇരിക്കുന്നവരല്ല. ഞാൻ ഒഴിച്ച് എല്ലാവരും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ളവരാ. പിന്നെ ഇച്ചിരി ബോധക്കേടുണ്ടെങ്കിൽ എനിക്കേ ഉള്ളൂ. എന്നെ പറ്റി അങ്ങനെ പറഞ്ഞത്, ഒന്ന് അയാൾക്ക് വിവരമില്ലെന്നാ പറഞ്ഞത്, സത്യമായ കാര്യമാണ്. രണ്ട്, അയാൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ല, അതും സത്യമായി. ഇതൊക്കെ സത്യമായ കാര്യമാണ്. നാളെ ഒരാൾ പറഞ്ഞു അയാൾ കുടുംബത്തിൽ പിറന്നവനല്ല, സത്യമായ കാര്യമാണ്. ആശുപത്രി പ്രസവിച്ചെന്നാ അമ്മ പറഞ്ഞു കേട്ടത്, അതെ സത്യമാണ്. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ആശുപത്രി, അങ്ങനെ കുടുംബത്തിൽ പറഞ്ഞതല്ല. വേറൊരാള് പറഞ്ഞു അയാൾക്ക് ഇങ്ങനെ പറഞ്ഞ ഭാഷ അതുപോലെ, അയാളുടെ തന്തയുടെ ജോലി കള്ള് അതിന്റെ സ്റ്റാൻഡേർഡ് ഒന്നും, അതും സത്യമാണ്. എൻ്റെ അപ്പൻ ബ്രിട്ടീഷ് രാജ്ഞിയുടെ അസിസ്റ്റന്റ് ഒന്നും അല്ലായിരുന്നു. എനിക്കത് പറയുന്നില്ല, അന്തസ്സാ, കള്ള് ഷാപ്പിൽ ജോലിയായിരുന്നു അപ്പന്.
ആരെയും പിടിച്ചു പറിച്ചും ചതിച്ചുമല്ല വളർത്തിയത്. അങ്ങേര് കഷ്ടപ്പെട്ട് ഉള്ള സാഹചര്യത്തിൽ വളർത്തിയത്. എന്ത് അഭിമാനമാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ഞാൻ ഇന്ന് എടുത്ത് ഇതിലെല്ലാം ചുമന്നുകൊണ്ട് നടന്നേനെ. എനിക്കതൊക്കെ പറയുന്നത് നല്ല പ്രാഗൽഭ്യത്തോടാ പറയാൻ. നിങ്ങളുടെ എല്ലാ അപ്പന്മാരങ്ങനെ. സ്തോത്രം. ഒരുത്തനെ ചതിച്ചും വഞ്ചിച്ചും കുതികാല് വെട്ടിയും കോതുകാല് വെച്ചും അവനെ വകിച്ചേച്ച് പിള്ളേരെ വളർത്തുന്നതും നല്ലത്. സ്തോത്രം. ഞാനതിൽ അഭിമാനം കൊള്ളുന്നതാണ്. പക്ഷെ ആൾക്കാർ അങ്ങനെ പറയുന്ന ഏക കള്ളുഷാപ്പിന്റെ സ്റ്റാൻഡേർഡ് സത്യമാണ്. അതെ, അങ്ങനെ ഒത്തിരി ഉണ്ട് പറഞ്ഞ്. ചെല്ല് പറയും അയാളെ കുട്ടനാട്ടുകാരനെ ചെളിക്കകത്ത് കിടന്ന് അതിൻ്റെ ആന്ന്, അതും ശരിയാ. അങ്ങനെ ഒത്തിരി അപാകത. അപ്പൊ ഇരിക്കുന്നതിൽ അപാകത എനിക്കാ. ഇവരൊന്നും ഒരു ജോലി ഇല്ലാത്തവരല്ല. ഇവര് നല്ല ജോലിയും ചുറ്റുപാടും ഒക്കെ ഉള്ളത്. പക്ഷെ ഒരു പണിയില്ലാഞ്ഞിട്ട് വന്നിരിക്കുകയല്ല. അതെല്ലാം വേണ്ടാന്ന് വെച്ചാ ഈ മഹത്വമുള്ള വേലയ്ക്ക് ഇറങ്ങിയത്. അപ്പൊ എന്തിനാ സുവിശേഷം? ഒരു ജോലി ഇല്ലാത്തവരുടെ മാർഗമല്ല, വൈദ്യപ്പഴപ്പിനുള്ള മാർഗമല്ല. സുവിശേഷം എന്തിനാന്ന് ചോദിച്ചാൽ സകല മനുഷ്യരും രക്ഷപ്പെടാനാ. സകല മനുഷ്യവർഗവും രക്ഷപ്പെടണം. വായിച്ചേ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. തീത്തോസ് 2:11 പെട്ടെന്ന് വായിക്കുമോളെ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നെന്ന വിസ്തരിക്കുന്നില്ല. ആ പറ നിങ്ങൾ ശ്രദ്ധിച്ചോ. സകല മനുഷ്യരും രക്ഷപ്പെടാൻ. എന്റെ സ്നേഹിത സുഹൃത്തെ, പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, രക്ഷിക്കപ്പെടാൻ ഒറ്റ വഴി, രക്ഷാനിർണയം പ്രാപിക്കാൻ ഒരേ ഒരു മാർഗം. അത് മറ്റൊന്നുമല്ല, നസറേയനാകുന്ന യേശുക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, യേശുവിന്റെ നാമം. ഇതെല്ലാ നാമത്തിലും മേലായ നാമം. ഈ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും. ഈ നാമത്തിൽ രോഗികൾ സൗഖ്യമാക്കും. ഈ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഈ നാമത്തിൽ മുടന്തര് നടക്കും. ഈ നാമത്തിൽ ഊമര് സംസാരിക്കും. ഈ നാമത്തിൽ അവൻ അത്ഭുതങ്ങൾ നടക്കും. എല്ലാ നാമത്തിലും മേലായ നാമം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന നാമം. ഉടന്തർമാനിനെ പോലെ ചാടിയിടും ഊമന്മാരും ഉല്ലസിച്ചാർക്കും. മുടന്തർമാനിനെ പോലെ ചാടിയിടും ഊമന്മാരും ഉല്ലസിച്ചാർക്കും. കുരുടന്മാരുടെ കണ്ണും തുറക്കും. കുരുടന്മാരുടെ കണ്ണും തുറക്കും. ഒഴിയും മാനുഷാപമശേഷ വരുന്നു പരമേശൻ. ഈ പാരിൽ ഭരണം വരുന്നു പരമേശൻ. ഈ പാരിൽ ഭരണം ഭരമേൽ സിംഹം കാളപ്പോൾ പുല്ലു തിന്നീടു. പുള്ളിപ്പുലിയും ഗോസമതുപോൽ. സിംഹം കാളപ്പോൾ പുല്ലു തിന്നീടും. പുള്ളിപ്പുലിയും ഗോസമതുപോൽ. സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും. സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും. ചെറിയ ശിശുക്കൾ യേശുവിന്റെ രാജ്യം വരുന്നു പരമേശൻ. ഇപ്പാരിൽ ഭരണം ഭരമേൽ വരുന്നു പരമേശൻ. ഇപ്പാരിൽ ഭരണം ഭരമേൽ. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിന്റെ നാമം. പകർന്ന തൈലം പോല ഈ നാമം എവിടെ ഉയർത്തപ്പെട്ടിട്ടോ അവിടെ എല്ലാ അനുഗ്രഹവും വിടുതലുമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ നാമം സകല മനുഷ്യരും രക്ഷപ്പെടാൻ കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാര്യ അനുഷ്ഠാനങ്ങൾ കൊണ്ടൊന്നും രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശുക്രിസ്തു മാത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശു മാത്രം രക്ഷകൻ. അപ്പോൾ എന്താണ് സുവിശേഷം? അത് യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? എല്ലാവരും രക്ഷപ്പെടാനാ. ഇനി ആരായി സുവിശേഷം കേൾക്കണ്ടേ? ആര് കേൾക്കണം? എല്ലാരും കേൾക്കണം. 49-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമോളെ. സങ്കീർത്തനം 49:1 പെട്ടെന്ന് വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. സകല ജാതികളുമായുള്ളവരെ, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പി. ഇത് കേൾക്കണം. എല്ലാരും കേൾക്കേണ്ട കാര്യമാണ്. എന്തുവാ? സുവിശേഷം.
സകല ജാതികളും ഇത് കേൾക്കണം. മനുഷ്യനായ ജാതി എല്ലാം തരം തിരിച്ചു വെച്ചേക്കുന്നത് ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവര് കുറവ്. എല്ലാം പരുവക്കേടാ, എല്ലാം പരുവക്കേടാ. ആന്ന് ഇതിപ്പോ നോട്ടം കാണുമ്പോ അറിയാം, എല്ലാം പരുവക്കേടാ. യഹൂദന്മാരാണല്ലോ ഈ ശ്രേഷ്ഠത എണ്ണുന്നത്. എത്ര ശ്രേഷ്ഠത എണ്ണിയാലും അവര് അബ്രഹാം മുതലേ പറയുള്ളൂ, പുറകോട്ട് പോവുകയല്ല, അവിടെ ചെന്ന് നിൽക്കുക. അങ്ങനല്ലേ? അബ്രഹാം ഞങ്ങളുടെ, അതിന് തേരകിന്റെ കാര്യം എന്നാ പറയാത്തെ? അത് പരുവക്കേടാ. നമ്മുടെ ആൾക്കാർ പറഞ്ഞ കുറവലിങ്ങാട്ട് ഇന്നൊരാൾ വന്നെന്ന, അതിനപ്പുറത്തോട്ട് ഞാനിപ്പം ഇവിടെ ആയതുകൊണ്ട് കുറവലിങ്ങാട്ട് സെന്റർ ആയതുകൊണ്ട് പറയുന്നില്ല. യഹൂദനെല്ലാം ഭയങ്കര ക്രെഡിറ്റാ, ഭയങ്കര മിടുക്കന്മാരാ. അവർക്ക് ഒത്തിരി വിശേഷത ഒത്തിരി ഉണ്ടെന്ന് റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 3 മുതൽ വായിച്ച യഹൂദന്റെ ക്വാളിറ്റി പെട്ടെന്ന് വായിച്ചോ. റോമാലേഖനം 9-ാം അധ്യായം 3-ാം വാക്യം. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും അവര് ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും നിയമങ്ങളും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളതാ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന് ഉത്ഭവിച്ചു. ഇതെല്ലാം യഹൂദന്റെ വിശേഷതയാ. ന്യായപ്രമാണവും പുത്രത്വമല്ല അവർക്ക്, നമുക്ക് പ്രമാണമൊന്നുമില്ലായിരുന്നു, അല്ല അവർക്കാ കൊടുത്തത്. കൽപ്പനകളൊക്കെ മോശയെ വിളിച്ചങ്ങ് മേളിൽ കയറ്റി വെച്ച് തീ കൊണ്ടൊക്കെ എഴുതി, ദൈവത്തിന്റെ വിരല് കൊണ്ട് എഴുതി. നമുക്കിതൊന്നുമില്ലായിരുന്നു. ന്യായപ്രമാണമല്ല അവർക്കാ. അതാണ് യഹൂദനെ നോക്കി അങ്ങ് അനുഗ്രഹിക്കുക. രാവിലെ തിരിഞ്ഞേച്ച് പറയും പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. യഹൂദനെ നോക്കിയാച്ചാ. അന്ത്യാകുമ്പോൾ നമ്മളെ നോക്കി പറച്ചു, നമ്മളെ നോക്കി വെച്ച് കുറവലിങ്ങാട്ട് സെന്ററിനെ നോക്കി വെച്ച് പറയും, അല്ലെങ്കിൽ അനീഷ് കാവാലത്ത് നോക്കി വെച്ച് നമ്മളെ നോക്കി വെച്ച് പറയും പട്ടണത്തിൽ നീ മുടിഞ്ഞു പോകും, നിന്നെ വണ്ടി ഇടിക്കും. ഇതാ നമുക്ക് ശത്രുത്വമാ. മനസ്സിലാകുന്നില്ലേ? യഹൂദനെ നോക്കി വെച്ചത് മുഴുവൻ അനുഗ്രഹമാണ്. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും കന്നുകാടുകട ആടുമാടുകട വേറും പുറപ്പുമെല്ലാം അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലത്തെ ദൈവം അനുഗ്രഹിക്കും. ശത്രു ഒരു വഴി കടന്നു വരും, 7 വഴി ചെതറിപ്പോ. തേനീച്ച പോലെ വരുന്ന വൈരിയെ ദൈവം മുൾത്തി പോലെ കെടുത്തി. ഇതാണ് യഹൂദനെ നോക്കി. ഈ ന്യായപ്രമാണം നമുക്ക് ശത്രുവാ. നമ്മളെ നോക്കി വെച്ച് പറയാ പട്ടണത്തിൽ നിന്നെ വണ്ടി ഇടിക്കും, നിന്റെ വിത്ത് ഒന്നും കിളുക്കുകയില്ല, അഥവാ കിളുത്താലും മൊത്തം മുഞ്ഞ വീഴും. നമുക്കുള്ളതാ. എന്റെ കന്നുകാലി ഒരെണ്ണം പോലും ചെന പിടിക്കുകയല്ല, മുഴുവൻ വെട്ടുപാദം വന്നവസാനം ഇറച്ചി വെട്ടുകാരൻ വേവിക്ക് കൊടുക്കാനേ നമ്മളെ നോക്കിയതാ പറയുന്നേ. നിന്റെ കുഞ്ഞുങ്ങളെല്ലാം കാലാപ്രതല്ലിപ്പോ ഒരെണ്ണം പോലും ഗതി പിടിക്കുകയല്ല, നമുക്ക് തരുന്നതാ ന്യായപ്രമാണം. ആണെന്ന് ശത്രു നിന്നെ എടുത്ത് അമ്മാനമാടും, അവസാനം നീ തൂങ്ങിച്ചാകും. ഇതൊക്കെയാണ് നമുക്ക് തന്നത്. അപ്പൊ ഇങ്ങനെ ഈ ന്യായപ്രമാണം ശത്രുതയായി നമ്മോട് ഇടപെട്ടപ്പോൾ ആ ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാൻ ഒരുവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ ജീവനെ തന്ന് ആ ശത്രുത മാറ്റി നമുക്ക് പുത്രത്തെ നൽകിയവൻ ആ ക്രിസ്തു. സ്തോത്രം. ആ ശുശ്രൂഷയെ പറ്റി പറയുന്നത് കൊല്ലുന്ന ശുശ്രൂഷ, അത് കല്ലിലെ ശുശ്രൂഷ. നമുക്ക് അത് മാറ്റിവെച്ച് ആത്മാവിന്റെ ശുശ്രൂഷ ജീവിപ്പിക്കുന്നത്. ചെറിയാച്ചൻ മധുരകിട്ട മധുരഗായകനാ. പഴയ പാട്ടൊക്കെയാ ഇഷ്ടം. പാടാൻ ട്യൂണൊന്നുമില്ല. ടോമൻ പാസ്റ്ററെ പോലെ ഒന്നും പാടാൻ ഒക്കത്തില്ല, അദ്ദേഹത്തെ പോലും ഒക്കത്തില്ല. ക്ഷമിക്കണം തെറ്റുകയാണെങ്കിൽ. ദൈവത്തിന് മഹത്വം. എങ്കിലും സന്തോഷം കൊണ്ട് പാടുക എന്ന് അവകാശപ്പെടുകയല്ല പറയുക. എം ചെറിയാച്ചൻ്റെ ഒരു വരി ഇങ്ങനുണ്ട്. കല്ലുകളിൽ വരച്ചതാ ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്ന ഈ നമ്മെ, കല്ലുകളിൽ വരച്ചതാ ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്ന ഈ നമ്മെ, അല്ലൽ കൂടാതെ തന്റെ തുല്യ ഇല്ലാത്തത്, അല്ലൽ കൂടാതെ തന്റെ തുല്യ ഇല്ലാത്തത്, അല്ലൽ കൂടാതെ തന്റെ തുല്യം ഇല്ലാത്തത്, ഉള്ളിൽ കടത്തി പുതു ഉള്ളം പകർന്ന അവന്റെ ഭജന സമാജമേ, ശേഷം ജീവനാഥനെ. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് ഒക്കുന്നില്ല. 2 ദിവസം കഴിയാണേ ഒക്കും. പെട്ടെന്നായതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്നു, നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞതല്ല. 2 ദിവസം അത് അവരുടെ കുറ്റമല്ല. 2 ദിവസം ഞങ്ങൾ ഒന്നിച്ചാണെങ്കിൽ
കൈക്കിണങ്ങി വന്നേന്. തൊടു കൈക്കായതുകൊണ്ട് കല്ലുകളിൽ വരച്ചത ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്ന ഈ നമ്മെ അല്ലൽ കൂടാതെ തന്റെ തുല്യം ഇല്ലാത്തത് അല്ലൽ കൂടാതെ തന്റെ തുല്യം ഇല്ലാത്തത് അല്ലൽ കൂടാതെ തന്റെ തുല്യം ഇല്ലാത്തതയ്ക്കുള്ളിൽ കടത്തി പുതു ഉള്ളം പകർന്ന അവന്റെ വചന സമാജമേ നിങ്ങളശം ജീവനാഥനെ സ്തുതിപ്പി, നിങ്ങളശം ജീവനാഥനെ സ്തുതിപ്പി. അപ്പൊ ശ്രദ്ധിക്കുക, ന്യായപ്രമാണവും പുത്രത്വവും വാഗ്ദത്തമല്ല യഹൂദനാ. അപ്പൊ ഈ യഹൂദജാതി അബ്രഹാം മുതലാ തുടങ്ങുന്നത്. ഇവരുടെ വിശേഷതയാണ്. യഹൂദന്റെ വിശേഷത ഇതാ. അപ്പൊ തന്നെ യഹൂദന്റെ കുഴപ്പടിയുണ്ട്. നമ്മുടെ നാട്ടിലും ചിലർ യഹൂദന്മാരാന്ന് അവകാശപ്പെടുന്ന ആൾക്കാരുണ്ട്. എന്നോട് ഒരാൾ പറഞ്ഞു ഇത് യഹൂദ രക്തമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, മേലാരോടും എന്നാ തന്നെ കേരളത്തിൽ നിന്നുകൊണ്ട് യഹൂദനാന്ന് പറയരുത്. അതിനാ പക്ഷേ അത് പോരുത്. അല്ല എന്നാലും എന്നാ ഞാൻ പറഞ്ഞു ഒരു വാക്യം വായിച്ച് പറയണോ എന്ന് ചിന്തിച്ചു. ആ വാക്യം ഒന്ന് വായിച്ച് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം, 2-ാമല്ലോ തിമോഥെയോസിന്റെ ലേഖനം. ഞാനും വാക്യം തരാം. യഹൂദനാന്നോന്ന് ഇനിയും പറയാൻ ഞാൻ യഹൂദനാ, ഞങ്ങളെ കണ്ടാൽ അറിയാൻ മേലെ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2:14 യഹൂദനാന്ന് പറയുന്നവർ ഇതുകൂടെ വായിച്ചേച്ചാ ഇനിയും പറയാവൂ. സഹോദരന്മാരെ, യഹൂദിയിൽ ക്രിസ്തുവേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ. അടുത്ത വാക്യം, യഹൂദർ യഹൂദനാന്ന് പറയുന്നവരെല്ലാം ശ്രദ്ധിക്കണേ. ഞങ്ങൾ യഹൂദനാ. അങ്ങനെ ചില ആൾക്കാർ പറയാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെയുള്ളവരെ? ഒന്നും മിണ്ടുന്നില്ല. മലനാടു നോക്കി പുറപ്പെട്ടാറെ കൊടുങ്ങല്ലൂരങ്ങീതെ വന്നിറങ്ങി 7-4 വെടിയും വെടിവെച്ചു ഗോപുരം തന്നിൽ കയറി ചിപ്പായിമാരവർ വിളികൊള്ളുന്നു പള്ളിത്തണ്ടിന്മേൽ കൊടിയും കൊത്തി. കേട്ടിട്ടില്ലേ? ചെമ്പകരി വെട്ടത്തു മന്നേനും കൂടെയുണ്ട്. ഉറകാമാർ യൗസേപ്പ് എഴുന്നള്ളുന്നു. കത്തങ്ങൾ 4 ജമാജന്മാരവർ കൂടെയുണ്ട്. ഒത്തിരി പേരുണ്ട്. തൊമ്മൻ കീനാനവൻ കൂടെയുണ്ട്. അപ്പം യഹൂദന്മാരാന്ന് പറയുന്നവർ ഈ വാക്യം കൊണ്ടൊന്ന് വായിച്ചേ മോളെ, ഒന്നുകൂടെ വായിക്കേ കേക്കട്ടെ. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും. നല്ല ആൾക്കാര്. യഹൂദന്മാര് കർത്താവാകുന്ന യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും. ഇനി അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേച്ച യഹൂദന പറയാതിരിക്കുന്ന ഉള്ള മാന്യതയും കൂടെ അടുത്ത വായിക്കും മോളെ. ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും. സുവിശേഷ വേലക്കാരെ ഓടിച്ചു കളയുന്നവനാ. ഓടിച്ചു കളഞ്ഞവരും. അടുത്തത് ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും. എന്ത് ചെയ്തവന്മാര് ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവർ. അടുത്തത് സകല മനുഷ്യർക്കും വിരോധികളും. മുഴുവൻ എണ്ണത്തിന് പാരയാ വിരോധികളും. അടുത്തത് ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. ഇനി നീ യഹൂദനാന്ന് പറയുവോ? നീ പറയണം ഞാനൊരു ദൈവ പൈതലാന്ന് പറയണം. സ്തോത്രം. ഞാനൊരു ദൈവ പൈതലാ, ഞാൻ യേശുവിന്റെ പൈതലാ. എന്നെ കേൾക്കുന്ന പ്രിയരെ, വല്ലോ പുകിടാനുണ്ട് കാൽവറി ക്രൂശിലാ. ഞാൻ തന്നെ ജ്ഞാനത്തിലും ധനവാൻ തന്നെ ധനത്തിലും ബലവാൻ തന്നെ ബലത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവൻ യഹോവയിൽ പ്രശംസിക്ക്. എനിക്ക് നിങ്ങൾക്കും വല്ലോ പുകിടാനുണ്ടത് അത് കാൽവറി ക്രൂശിലാ.
പൗലോസ് പറഞ്ഞു, ജഡത്തിൽ പ്രശംസിപ്പാനൊക്കെ ഒത്തിരി വകയുണ്ട്, പക്ഷേ ഡമസ്കസിന്റെ പടിക്ക വെച്ച് നട്ടുച്ച നേരത്ത് സൂര്യനേക്കാൾ കവിഞ്ഞൊരു പ്രകാശത്തിന് ഞാൻ വഴിപ്പെട്ടു. ഞാൻ ചോദിച്ചു, നീ ആരാ കർത്താവ്? നീ ഉപദ്രവിക്കുന്ന നസറയനാകുന്ന യേശു. ഞാൻ യേശുവിനെ കണ്ടു. കൊരിന്ത്യലേഖനം 15 പൗലോസ് പറയാ, ഒടുവിൽ അകാല പ്രജ പോലുള്ള എനിക്കും അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷത കണ്ട പൗലോസ് പറയാ, ജഡത്തിൽ പ്രശംസിപ്പാനുള്ളതെല്ലാം ഞാൻ ചവറെന്നും വേണ്ടി എനിക്കോ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യ ദൈവമക്കളെ, വല്ലോ 2 കാര്യം പറയാനുണ്ട്. കാൽവരി ക്രൂശില, കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത. ശത്രുവാം എന്നെ ദൈവ മിത്രമാക്കി രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനാ. ഈ സ്നേഹ സ്വരൂപൻ ആത്മസ്നേഹിതൻ രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനാ. ഈ സ്നേഹ സ്വരൂപൻ ആത്മസ്നേഹിതൻ. ഓ ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഘോര വിപത്തുകളിൽ എന്നെ താൻ ശാശ്വത ഭുജങ്ങള മറോടണച്ചിടും. ഈ സ്നേഹ സ്വരൂപൻ ആത്മസ്നേഹിതൻ ശാശ്വത ഭുജങ്ങളാൽ മറോടണച്ചിടും. ഈ സ്നേഹ സ്വരൂപൻ ആത്മസ്നേഹിതൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നത് വല്ലവും പുകിടാനുണ്ട്. കാൽവരി ക്രൂശില്ല. ഓടിച്ചു മുമ്പോട്ട് പോകുക. ഇടയ്ക്ക് സ്തോത്ര കാഴ്ചയുണ്ട്, മറന്നിട്ടില്ല, അത് മറക്കത്തുമില്ല. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോണം. നീ പാസ്റ്റ് പ്രസംഗിച്ച ദൈവമേ സ്തോത്ര കാഴ്ച എങ്ങനെ ട്രഷാർ ചിന്തിക്കുക, പുള്ളിക്ക് ഒന്നാതെ വെളിവുള്ളവനല്ല. ഇനി അത് വല്ലതും പറഞ്ഞോ അതോ ഇനി എങ്ങനെയാ? ഇല്ലല്ലോ, ഉണ്ട്, സ്തോത്ര കാഴ്ചയുണ്ട് ദൈവത്തിന്റെ മകൻ. ചില അത് തന്നെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്നോർത്ത് ഞാനങ്ങ് പറഞ്ഞതാ. ദൈവത്തിന്റെ മഹത്വം എഴുന്നേറ്റ് വന്ന് പറയാനും ഒക്കുകയല്ല. അതുകൊണ്ട് ഞാൻ ഇനി മാറി നിൽക്കുന്നുണ്ട്. ഉണ്ട് ഈ കാര്യം ഒന്ന് പറഞ്ഞേച്ച് സ്തോത്ര കാഴ്ച എടുത്ത വാക്യത്തോട് കൂടുപെടുത്തിച്ച് അത് പോരായോ? ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. ഈ മനുഷ്യൻ ആ ജാതിയും തണ്ടി ഒക്കെ തിരിച്ചു വച്ചേക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ സകല എണ്ണം ഒറ്റ ഒരുത്തന്റെ സന്തതിയാണ്. ഇവിടെ ഇരിക്കുന്ന മുഴുവനും ഒരെണ്ണത്തിന്റെ സന്തതിയാണ്. ഈ പുസ്തകം പഠിപ്പിക്കുന്നത് അത് അങ്ങനെ തന്നെ. നിങ്ങൾ അംഗീകരിക്കുകയല്ല, അതെനിക്കറിയാം. എന്നാലും വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത് അത് അങ്ങനെ തന്നെ, ഒറ്റ ഒരുത്തൻ്റെതായിരിക്കുന്ന മുഴുവൻ. പുസ്തകത്തിൽ ഇങ്ങനെ വാക്യം, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ഗുരുദേവനോട് ഒരിക്കൽ ഒരാൾ യാത്ര ചെയ്തപ്പോൾ ചോദിച്ചു, ശ്രീനാരായണ ഗുരു അവറുകളോട് ചോദിച്ചു, വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം വലിയ ജ്ഞാനിയല്ലയോ, അപ്പോൾ യുക്തിപരമായിട്ടുമൊക്കെ മറുപടി പറയുന്ന ആളാ. അപ്പൊ ചോദിച്ചു, അദ്ദേഹത്തിന്റെ ആ യുക്തിയും ബുദ്ധിയും കഴിവും ആ മുഖത്തുള്ള ആ തേജസ്സും ഒക്കെ കണ്ട് ചോദിച്ചെന്നാ പറഞ്ഞത് ഏത് ജാതിയാണ്. അപ്പം ചോദിച്ചതൊരു ആദ്യ ബ്രാഹ്മണനാ ചോദിച്ചത് എന്ന് പറയുന്നു. ഏത് ജാതിയാണ്? അപ്പൊ അദ്ദേഹം തിരിച്ചങ്ങോട്ട് ചോദിച്ചു, കണ്ടിട്ട് എന്നാ തോന്നുന്നു? അപ്പം ചോദിച്ച പുള്ളി പറഞ്ഞ്, കണ്ടിട്ടൊന്നും പിടികിട്ടുന്നില്ല. എന്നാ കേട്ടാലും പിടികിട്ടുകയല്ലെന്ന് പറഞ്ഞു. കണ്ടിട്ട് പിടികിട്ടുകയല്ലേ പിന്നെ സ്തോത്രം. അതുകൊണ്ട് അദ്ദേഹം എഴുതി, ജാതി ചോദിക്കരുത് പറയരുതെന്നൊക്കെയാ. ഭിക്ഷുവും ആ സഹോദരിയും കൂടെ വെള്ളത്തിന്റെ കാര്യം ഏതാ ദുരവസ്ഥക്കകത്തെ ആശാൻ എഴുതിയതാ. എനിക്ക് തോന്നുന്ന ആശാൻ യോഹന്നാന്റെ സുവിശേഷം 4 പഠിച്ചിട്ടാണോ എഴുതിയതെന്ന് എനിക്കൊരു ഡൗട്ടല്ല, മിക്കവാറും അതാ സാധ്യത. സ്തോത്രം. നമുക്കൊക്കെ നമ്മുടെ പാട്ടുകളുണ്ടല്ലോ, എന്ന മട്ട്, ചില പാട്ടിന്റെ എന്ന പാലും പഴവും കൈകളിൽ എന്ന മട്ട്. പിന്നെ നമ്മള് രാവും പകലും അല്ലേ ചോമനെ എന്ന മട്ട്, അതാ ഒന്നും പിടികിട്ടുന്നു എന്ന മട്ട്. അപ്പം എന്ന് പറഞ്ഞ പോലെ ദുരവസ്ഥ, യോഹന്നാൻ 4 എന്ന മട്ട്. അപ്പൊ അതിനകത്ത് ചോദിക്കുന്നുണ്ട്, വെള്ളം ചോദിച്ച ഉടനെ ആ സ്ത്രീ പറഞ്ഞു, അയ്യോ
എന്നോട് വെള്ളം ചോദിക്കും. ഞാൻ ചണ്ടാള സ്ത്രീയല്ലേ? അപ്പൊ ബുദ്ധൻ ഭിക്ഷു പറഞ്ഞു, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി. അപ്പൊ അവള് പറഞ്ഞു, അല്ലല്ലെന്തൂ കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ നിജനാരിതൻ കയ്യാൽ ജലം വാങ്ങി ചൊല്ലഴു ആര്യന്മാർ. നിങ്ങൾ ആര്യന്മാര് ചണ്ടാള സ്ത്രീയോട് വെള്ളം ചോദിക്കും. അപ്പം ഭിക്ഷു തിരിച്ചു പറഞ്ഞ്, ജാതി ചോദിക്കുന്നില്ല. നമ്മുടെ കർത്താവും ശബരിയിൽ കൂടി പോയി സ്ത്രീയോട് വെള്ളം ചോദിച്ചു, കുടിക്കാനില്ല. അല്പം യഹൂദനാകുന്ന നീയെ ശമരിയാക്കാരിയായ എന്ന മട്ട് ചോദിക്കുന്നോന്ന് ചോദിച്ചു. അപ്പം കർത്താവ് പറഞ്ഞു, വെള്ളം കുടിക്കുന്നവനല്ല ദാഹിക്കും. അങ്ങനെ ആ സംസാരത്തിന്റെ നല്ല ടോണിലാ സംസാരിച്ചത്. അപ്പൊ അവള് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും. അവള് ഒന്നും കയ്യിലില്ല. പാടാൻ അറിയത്തില്ല. അറിയാവോ പാട്ട്? കയറില്ല പാളയുമില്ല പിന്നെങ്ങനെ വെള്ളം കോരും. നിങ്ങൾ എന്നെ എടുക്കാം, ഒരു വരി പാട്. കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരുന്നു നാരി, ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകി. അയ്യോ നീയൊരു ഭൂതൻ, ഞാൻ ഇന്നൊരു ശമരിയായ സ്ത്രീ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ. നേരമില്ല. അയിത്തോച്ചാടനം ആദ്യം നടത്തിയത് യേശു ക്രിസ്തുവാണ്. ആദ്യം നടത്തിയത്. അതൊക്കെ കഴിഞ്ഞ് എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞ് ആ വൈക്കം സത്യാഗ്രഹവും പൽപ്പുവിന്റെ നേതൃത്വത്തിലും കണ്ടശ ആളിന്റെ നേതൃത്വത്തിലും അയ്യങ്കാളിന്റെ നേതൃത്വത്തിലും ഒക്കെ ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ആദ്യം നടത്തിയത് ആ മനുസ്തോത്രം യോഹന്നാൻ 4, അത് യേശുവാ. ഇതാ സുവിശേഷത്തിന്റെ മാഹാത്മ്യ ശക്തി. സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന കാര്യമാ സുവിശേഷം. മറ്റു കാര്യമൊന്നും എല്ലാവർക്കും കേൾക്കാൻ ഒക്കത്തില്ല. അപ്പനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാം കൂടി ഇരുന്ന് കേൾക്കുന്ന വാർത്തകളാണോ കേൾക്കുന്നത്? അതിലെ പറഞ്ഞ എഴുന്നേറ്റ് പോകും. മൂത്തവര് വർത്താനം പറയുന്നതിനിടെ മൂത്തവര് പറയുന്നതെല്ലാം ദോഷമാണ്. പിള്ളേരോട് പറയല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തുവാടാ മൂത്തവര് നല്ല കാര്യം പറയുക, എന്നെ കൊച്ചുങ്ങൾക്കും കേൾക്കാം. കാരണം മൂത്തവരിന്ന് പറയുന്ന മുഴുവൻ ഒരു കാര്യം പറയാം, സുവിശേഷം മൂത്തവർക്കും കേൾക്കാം, ഇളയവർക്കും കേൾക്കാം. വല്യപ്പൻ ഇരിക്കുമ്പോഴും പറയാം, വല്യമ്മ ഇരിക്കുമ്പോഴും പറയാം, യൗവനക്കാരനും കേൾക്കാം, യൗവനക്കാർക്ക് കേൾക്കാം. ആർക്കും കേൾക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു വാർത്ത, അത് സുവിശേഷമാണ്. മറ്റു വാർത്തകളൊന്നും കേട്ടാൽ നമുക്ക് സന്തോഷം വരികയല്ല. ഭീതിപ്പെടുത്തുന്ന, അസ്വസ്ഥത ഉണ്ടാക്കുന്ന, ഇക്കിളിപ്പെടുത്തുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പ്രേരിപ്പിക്കുന്ന വാർത്തകളൊക്കെയാ കേൾക്കുന്നത്. സിനിമാ സ്റ്റൈലിലല്ലയോ ഇപ്പൊ ആൾക്കാരെ കൊല്ലുന്നത്? അതെ. എന്നിട്ട് പറഞ്ഞു ഇത് ഇന്ന സിനിമയിലെ പോലാന്ന്. അപ്പം സിനിമ ഗുണം വരുത്തുകയല്ല, പിന്നെന്ത് കൊടുക്കുക? സിനിമാ സ്റ്റൈലില്ലയോ അപ്പനോട് ഇടപെടുന്നേ. അങ്ങനെ പണ്ട് അധ്യാപകരെ കാണുമ്പോൾ നമുക്ക് പേടിയാ. സാറ് വരും, സാറ് പോയി കഴിഞ്ഞാൽ നമ്മള് ഇന്ന് നേരെ തിരിച്ചാ, സാറ് എന്റെ സ്റ്റുഡന്റ് ആണെന്ന് എന്നിട്ട് ചോദിക്കും, സാറേ അവൻ പോയോന്ന് ചോദിക്കും. ഞാൻ തമാശ പറഞ്ഞതല്ല, പേടിച്ചാ സാറന്മാര് നടക്കുന്നേ. ആട്ടെ, നമ്മുടെ വിഷയമല്ലല്ലോ പോയി. അപ്പൊ എല്ലാവർക്കും കേൾക്കാൻ പറ്റാവുന്ന ഒരേ ഒരു വാർത്ത സുവിശേഷമാണ്. ആംഗലേയ ഭാഷയൊന്നും വലിയ വശമില്ല, നിങ്ങൾക്കൊക്കെ ഭാഷാജ്ഞാനമുള്ളവരാ. നല്ല വാർത്തയാ ന്യൂസ്. NEW
ഏതായാലും ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, നമ്മുടെ കൺവെൻഷൻ തുടങ്ങുകയല്ലേ. NEWS, ന്യൂസ്, വാർത്ത, സുവിശേഷം, നല്ല വാർത്ത, ഗുഡ് ന്യൂസ്, സദ്വർത്തമാനം, നല്ല വാർത്ത. ഈ ന്യൂസ്, N നോർത്ത്, E ഈസ്റ്റ്, W വെസ്റ്റ്, S സൗത്ത് എന്ന് പറഞ്ഞാൽ നോർത്തിലും വെസ്റ്റിലും ഈസ്റ്റിലും സൗത്തിലും ഉയർത്താൻ പറ്റാവുന്ന ഒരേ ഒരു വാർത്ത സുവിശേഷമാണ്. അതാ സുവിശേഷത്തിന്റെ വിശേഷത. ഇതുപോലൊരു നല്ല വാർത്ത വേറെ ഇല്ല. ഈ വാർത്ത എവിടെയും പറയാം, ആരോടും പറയാം, എപ്പോഴും പറയാം. എവിടെ ഉയർത്താൻ പറ്റുന്ന ഒരേ ഒരു വാർത്ത, നല്ല വാർത്ത, അത് സത്യസുവിശേഷമാണ്. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, ലോകത്തിൽ യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക്. എവിടെയും കേൾപ്പിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു വാർത്ത, അത് സുവിശേഷമാണ്. എല്ലാരും കേൾക്കണം, എല്ലാരും കേൾക്കണം. മറ്റു വാർത്തകളൊന്നും എല്ലാരും കേൾക്കാനും എല്ലാരും കേൾപ്പിക്കാനും കൊള്ളുകയല്ല. ഈ വാർത്ത എല്ലാവരും കേൾക്കണം, സകല ജാതികളും. സുവിശേഷം കേട്ടാലുള്ള ഗുണം എന്നാ? ലൂക്കോസിന്റെ സുവിശേഷം 2:10. സുവിശേഷം കേട്ടാലുള്ള ഗുണം 2:10. പെട്ടെന്ന് ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആ കണ്ണിക തുടങ്ങുമ്പം 8 മുതൽ 13 വരെ വായിക്കുമ്പം അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ്. അതെ, സമയം പോയത് കൊണ്ട് വായിച്ച് സമയം കളയിപ്പിക്കുന്നില്ല. ആ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെ വായിക്കുമ്പോൾ സുവിശേഷത്താൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സുവിശേഷത്താൽ വരുന്ന ഗുണങ്ങൾ. ഒന്ന്, ഇരുട്ട് മാറി. കാരണം അവിടെ ഒരു പദമുണ്ട്, രാത്രിയിലായി സംഭവം നടക്കുന്നത്. രാത്രി എന്നൊരു പദമുണ്ടല്ലോ മോളെ, രാത്രിയിൽ. അങ്ങനെ ഉണ്ട്. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രി. അപ്പൊ ഇത് രാത്രിയില്ല. താഴത്തെ വാക്യത്തിൽ ഒരു വലിയ വെളിച്ചം മിന്നി എന്ന് പറഞ്ഞാൽ, വെളിച്ചം മിന്നിയപ്പോൾ ഇരുട്ട് മാറി. സുവിശേഷത്തിന്റെ വിശേഷത ഇരുട്ട് മാറ്റും. നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റും, കുടുംബത്തിന്റെ ഇരുട്ട് മാറ്റും, ദേശത്തിന്റെ ഇരുട്ട് മാറ്റും, രാജ്യങ്ങളുടെ ഇരുട്ട് മാറ്റും, രാഷ്ട്രങ്ങളുടെ ഇരുട്ട് മാറ്റുവാൻ കഴിവുള്ള ഒറ്റ മാർഗമേ ഉള്ളൂ, അത് സുവിശേഷമാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ദോഷമായി ജീവിച്ച് നാട്ടുകാർക്ക് പേടി സ്വപ്നമായി ഇവൻ ചത്തുപോയാൽ മതി എന്ന് നേർച്ച വരെ നേർന്ന ആൾക്കാരുണ്ട് ചിലരെ പറ്റി. പക്ഷേ അങ്ങനെയുള്ളവർക്ക് പോലീസിന്റെ ലാത്തിയോ തത്വസംഹിതകൾക്കോ പ്രത്യേക ശാസ്ത്രങ്ങൾക്കൊന്നും മാനസാന്തരം വരുത്താൻ കഴിയാതിരുന്നപ്പോൾ ഈ സുവിശേഷം അവരുടെ ഉള്ളത്തിൽ ചെന്ന് സുവിശേഷത്താൽ മനംമാറ്റം വന്ന് മാനസാന്തരം വന്ന് നല്ല കുഞ്ഞാടുകളെ പോലെ ജീവിക്കുന്ന 100 ആയിരക്കണക്കിന് സഹോദരി സഹോദരന്മാരുണ്ട്. അപ്പോൾ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റുന്നതാണ് സുവിശേഷം. എത്രയെത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ട് ആമൻ അധപ്പതിച്ച് നശിച്ച് പാരമ്പര്യത്തിന്റെ ശക്തികളാലും ആമൻ മറ്റ് ബന്ധനങ്ങളാലൊക്കെ മുടിഞ്ഞ് മുണ്ടക്കോല് തല്ലി എത്ര കുടുംബങ്ങൾ സുവിശേഷത്തിന്റെ ദിവ്യ വെളിച്ചം അവിടെ ചെന്ന് ആ കുടുംബത്തിന്റെ സ്ഥിതിക്കൊക്കെ മാറ്റം വന്നില്ലേ? അനുഭവിച്ചവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. കയ്യും കെട്ടിയിരിക്കാതെ വേണയോ താല്പര്യാന്ന് ഒരു ഹല്ലേലൂയ പറ. സ്തോത്രം സ്തോത്രം. സുവിശേഷത്തിന്റെ കുടുംബത്തിന്റെ അന്ധത മാറ്റിയതാ, രാജ്യങ്ങളുടെ അന്ധത മാറ്റിയില്ലയോ? എന്തിനാ ദൂരോട്ട് പോകുന്ന? കേരളത്തിൽ തന്നെ അയിത്തമുള്ള കാലം പട്ടിക്കും പന്നിക്കും ഒക്കെ വഴി കൂടെ നടക്കാൻ മനുഷ്യന് നടക്കാൻ മേല. ഇതുപോലെ വീറും വൃത്തിയുള്ള തുണി കൊടുത്തോണ്ട് എല്ലാവർക്കും റോഡിൽ കൂടെ ഒന്നും ഒരു കാലത്ത് നടക്കാനൊക്കത്തില്ല. സ്തോത്രം. പള്ളിക്കൂടത്ത് കയറ്റുകയല്ല. പള്ളിക്കൂടത്ത് കയറിയാൽ പള്ളിക്കൂടത്തിന് തീ വെക്കും. ഇപ്പൊ പിന്നെ തീ വെക്കത്തില്ല, പക്ഷെ ആരും കയറുന്നുമില്ല, നേരെ തിരിഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞ അന്ന് പള്ളിക്കൂടത്ത് കയറ്റുകയല്ല. ആശുപത്രി ചെന്നേ മരുന്ന് കൊടുക്കുകയല്ല, എല്ലാവർക്കും കൊടുക്കുകയല്ല. പാവത്തങ്ങൾക്കൊക്കെ ആ മരുന്ന് കൊടുക്കുന്നത്, പക്ഷെ അവർ സൈഡിൽ കൂടെ വിൽക്കും. തന്നെയല്ല, ഡോക്ടർമാർ വന്ന് ദേഹത്ത് ഇല്ല കുഴൽ വെച്ച് പരിശോധിക്കല. അയിത്തം ഉള്ളതല്ല, ഇപ്പോഴല്ല, പണ്ട് അപ്പോത്തിക്കിരി എന്നാ പറയുന്നത്. എല്ലാവരും ഒന്നും പരിശോധിക്കാല്ല. അതൊക്കെ നല്ല നല്ല ആൾക്കാരെ അവരടുത്തിരുത്തി പരിശോധിപ്പിച്ച് ലോകിയൊക്കെ ചോദിച്ചു പോകും. ഉണ്ടല്ലോ അങ്ങനെയുള്ളവരെ താഴേക്കിടയിലുള്ളവരുടെ അടുക്ക് ചെന്ന് സഹകരിക്കുകയോ അടുത്തിരുത്തുകയോ കുഴൽ വെച്ച്
പരിശോധിക്കുകയില്ല. അവരെയൊക്കെ ദൂരെ ഇങ്ങനെ മാറ്റി നിർത്തും, ഇങ്ങനെ നോക്കും എത്ര എണ്ണം ഉണ്ട്. വല്ല അണ്ടാവിനകത്ത് കലക്കി വെച്ചുകൊണ്ടിട്ട് മഞ്ഞവെള്ളം. തള്ളമാരെല്ലാം വലിയ മണ്ണെണ്ണ കുപ്പിയായിട്ടാണ് എന്നേക്കുന്നത്. ഓരോ കുപ്പി മേടിച്ച് അവിടെ മുതലേ പണ്ട് ഞാൻ കണ്ടത് ഒരു തള്ള അവിടെ മുതൽ കുടിച്ചങ്ങ് പോവുക. പരവേശം എടുക്കുന്നുണ്ടെന്ന് വന്ന് മറ്റേ പുള്ളി തള്ളയോട് ചോദിച്ചു, നിനക്ക് നിറച്ച് കിട്ടിയിരിക്കുമെന്ന്. തള്ള പറഞ്ഞാൽ നാളെ വരുന്നുണ്ട്. അപ്പം ഒരു ദിവസത്തേക്കായി 10 കുടത്തിനുള്ള കുപ്പി ഇന്നങ്ങ് കുടിക്കുക, അന്ന് വെള്ളം കുടിക്കും പോലെ. അത് കുറച്ചൊക്കെ രക്ഷപ്പെടുന്നുമുണ്ട് കേട്ടോ. അപ്പം മറ്റവർക്ക് നല്ല മരുന്നൊന്നും കൊടുക്കുകയല്ല. അപ്പൊ ഞങ്ങളുടെ ഒരു അപ്പച്ചൻ ഇതെല്ലാം കണ്ടുകൊണ്ടൊരു പാട്ടിന്റെ വരി എഴുതി. നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ചില്ലയിലെ കാച്ചവർത്തിടുന്നു. ഇവർക്ക് കൊടുക്കേണ്ട മരുന്നാ, കൊടുക്കുകയല്ല, അവരെ സൈഡിൽ കൂടെ വിൽക്കും. നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ചില്ലയിലെ കാച്ചവർത്തിടുന്നു. ഒട്ടുകുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. ഒട്ടുകുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. സർക്കാർ ആശുപത്രികൾ ഈ വിധമായാൽ സാധുജന. ഈ അപ്പച്ചൻ ആ പാട്ടറിയാം, അച്ഛൻ ആ പാട്ടറിയാം അല്ലേ? കേട്ടിട്ടില്ലേ? രണ്ടൊക്കെ ഇപ്പൊ അറിയാവൂ. പിന്നെ മരുന്ന് പരിശോധിക്കുന്ന ആൾക്കാരുണ്ട്, വേറെ ആൾക്കാരെ പരിശോധിക്കും, നമ്മളെ ഒന്നും പരിശോധിക്കുകയല്ല. അത് പറഞ്ഞാൽ പ്രശ്നമായിരിക്കാം, പക്ഷെ നമുക്ക് പാടാ. ഒരു തല്ല് കൊണ്ടാലും തിരക്കേടില്ല. കെട്ടുപ്രായം തികയാത്ത തരുണിമൾ വന്നിടുമ്പോൾ മട്ടുമാറി എഴുന്നേക്കും, പരിശോധിക്കും, അവരെ പരിശോധിക്കും. ഞാനെന്ന് ചെന്നാൽ പരിശോധിക്കും, ഞാൻ ചെന്നാലും പരിശോധിക്കുകയല്ല. നമ്മളെ ഇനി പരിശോധിച്ചിട്ടും. കെട്ടുപ്രായം തികയാത്ത തരുണിമർ ചെന്നിടുമ്പോൾ മട്ടുമാറി എഴുന്നേക്കും, പരിശോധിക്കും. ഒട്ടുകുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. സർക്കാർ ആശുപത്രികളിൽ വിധമായാൽ സാധു ജനങ്ങൾക്ക് എന്തു ഗതി വരും, ആകുലം തീർപ്പാ എന്തു വഴി. അപ്പൊ ഇങ്ങനെ വല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ, ഇരുണ്ട കാലം. അമ്മമാർക്ക് മാറുന്ന മറയ്ക്കാനൊക്കത്തില്ല. അവയവത്തിന് കരം കൊടുക്കണം. ഒരമ്മയ്ക്ക് കരം കൊടുക്കുവാൻ കാശില്ലാത്തത് കൊണ്ട് അവയവൻ ചെത്തി, ചേമ്പലക്കകത്ത് അവയവൻ ചെത്തി. ആ സ്ഥലത്തിന് ഇപ്പോഴും അവയവത്തിന്റെ പേരിലാണ് സ്ഥലം അറിയപ്പെടുന്നത്. വൈരാഗ്യമുള്ളവന്റെ പേര് വസ്തു എഴുതി വെക്കും, കരം കൊടുത്തില്ലേ അവനെ പിടിച്ച്. എനിക്കിപ്പോ ഒരാളോട് വൈരാഗ്യം ഉണ്ട്, അവന്റെ പേരിൽ വസ്തു എഴുതി വെക്കുക. ചുമതലപ്പെട്ടൊരു കരം തരാൻ പറയുമ്പോൾ എനിക്ക് വസ്തുവില്ല, പിന്നെ ഇതെല്ലാം നിന്റെ വസ്തുവല്ലേ, അപ്പൊ 10 ഏക്കർ എഴുതി വെച്ചിരിക്കുക. അങ്ങനത്തെ കാലം ഉണ്ടായിരുന്നു. മല്ലപ്പള്ളിക്കടുത്ത് ഒരു സ്ഥലമുണ്ട്, വെട്ടുകണ്ടം. അടിമകളെ കൊണ്ടുപോയി വിൽക്കുകയും എതിർത്താൽ കണ്ടിക്കും. വെട്ടുകണ്ടം എന്ന സ്ഥലം അറിയപ്പെടുന്നത്. ഹാബേൽ ഫൗണ്ടേഷന്റെ ചരിത്രമൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ അന്ധകാര നിബിഡമായൊരു കാലം, ഇരുണ്ട കാലം. ആ ഇരുട്ടിന് മാറ്റം വരുത്തിയത് വെളിച്ചമാകുന്ന സുവിശേഷം വന്നതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം വന്നതുകൊണ്ടാണ് ഇതിന് മാറ്റം വരുന്നത്. സുവിശേഷം ഇരുട്ട് മാറ്റുന്ന മാർഗമാ. വ്യക്തിപരമായ ഇരുട്ട്, കുടുംബത്തിന്റെ ഇരുട്ട്, ദേശത്തിന്റെ ഇരുട്ട്, രാജ്യങ്ങളുടെ ഇരുട്ട് മാറ്റും. അതാ സുവിശേഷം. ആഫ്രിക്കയുടെ ചരിത്രമൊക്കെ എല്ലാം കേൾക്കുന്നതുകൊണ്ട് പറയുന്നില്ല. മനുഷ്യനെ തിന്നുന്നവരായിരുന്നു, പക്ഷെ സുവിശേഷം ചെന്നതുകൊണ്ട് അവർ നരസ്നേഹികളായി തീർന്നത്. ഇന്ന് രാത്രി ആ സുവിശേഷമായി ഇവിടെ ഉയർത്തുന്നത്. എല്ലാവരും ഇത് കേൾക്കണം, എല്ലാവരും കേൾക്കണം. സുവിശേഷം കേട്ടാൽ ഇരുട്ട് മാറും. താഴത്തെ വാക്യങ്ങളുണ്ട്, ഭയം മാറും, ഭയം മാറും. അവിടെ ദൂതം എന്ന് പറയാ ഭയപ്പെടേണ്ടെന്ന്. എല്ലാവർക്കും പേടിയാ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പേടിയാ. ഒരിക്കൽ എന്നോട് ഒരാൾ പറഞ്ഞു, എനിക്ക് ഒന്നിനെയും പേടിയില്ല, പക്ഷെ എന്റെ ഭാര്യയെ പേടിയാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും പേടിയാ. എന്റെ വല്യമ്മച്ചി കൊണ്ട് 106 വയസ്സ് കഴിഞ്ഞ് 107 വയസ്സിലോട്ട് കയറുക. നീർക്കോലിയും ചേരയൊക്കെ വന്ന് അമ്മ കൈകൊണ്ട് പിടിച്ച് അതിനെ അടിച്ചു കൊല്ലും. പക്ഷെ അമ്മയ്ക്ക് തവളയെ പേടിയാ, തവളെ. അപ്പൊ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ. അലക്സാണ്ടർ ആന്ന് തോന്നുന്നു സമുദ്രത്തെ നോക്കിയിട്ട് ആക്രോശിച്ച് കരയായിരുന്നു ഞാൻ വെട്ടിപ്പിടിക്കുമെന്ന്. പക്ഷെ പുള്ളിക്ക് കണ്ടംപൂച്ചയെ പേടിയായിരുന്നെന്ന. ചില വിശ്വാസികൾക്ക് ഉപദേശിമാരെ പേടിയാ, ദൈവത്തെ പേടിയില്ല. പാസ്റ്റർ വരുന്നു, പാസ്റ്റർ വരുന്നു. അതുവരെ കുഞ്ഞായ്മയും കുരുക്കും ഒപ്പിച്ചുകൊണ്ടിരിക്കുക. ദൈവം നേരത്തെ വന്നു, അതവിടെ ഞാൻ ഇരുന്നോളും, നിങ്ങൾ ദൈവത്തെ ഭയമില്ല, പക്ഷെ പാസ്റ്ററെ പേടിയാ. ആണെന്ന് ചില പാസ്റ്റർമാർക്ക് സഭയിലെ മൂപ്പന്മാരെ പേടിയാ. ഷിപ്രകോപിയ
ബേബിച്ചാനോടൊന്നും കയറി പെട്ടെന്ന് ചുമ്മാ ബേബിയുടെ കള്ളത്തരം. നീ IG യുടെ മുന്നിൽ ചെന്ന് പറയാം, IG ബേബിച്ചാൻ ഷിപ്പ് ഒന്നും പറയരുത്, ഞങ്ങളുടെ സഭയിലെ മെയിൻ ആളെ പൂമ്പ് വാട്ടും. നീ ചോരയുള്ളതായരെ ഇതുവരെ കണ്ടിട്ടില്ല. നീ ദൈവത്തെ ഭയപ്പെട്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്ക്. പ്രായമുള്ളവരെയും ദൈവദാസന്മാരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. ഭയപ്പെടേണ്ടത് ദൈവത്തെയാ. യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികൾ നടക്കണം. അപ്പൊ ഓർപ്പില്ല, ഭയം മാറ്റുന്ന മാർഗമാ സുവിശേഷം. 1 ഇരുട്ട് മാറ്റും, 2 ഭയം മാറ്റും, 3 സന്തോഷം നൽകും, 4 അവിടെ ഒരു പദമുണ്ട്, നിങ്ങൾക്കായി ഒരു രക്ഷകൻ, രക്ഷിതാവ് നമുക്കൊരു രക്ഷകനെ കിട്ടി. അതാണ് നസ്രായൻ. ഇന്ന് രാത്രി ആ സുവിശേഷമായി ഇവിടെ മുഴങ്ങുന്നത്. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകലരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. സുവിശേഷം കേട്ടാലുള്ള ഗുണമെന്ന? 1 ഇരുട്ട് മാറ്റും, 2 ഭയം മാറ്റും, 3 സന്തോഷം കിട്ടും, 4 നമുക്കൊരു രക്ഷകനെ കിട്ടി. അതാ സുവിശേഷത്തിന്റെ മാഹാത്മ്യം. ഈ സുവിശേഷത്തിന്റെ വിശേഷത സുവിശേഷം കേട്ടാൽ എന്തൊക്കെ സംഭവിക്കും? വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, നേരമില്ലാത്തത് കൊണ്ടാ. എന്തായി സമയം? 9:30 ഇപ്പൊ തന്നെ നമുക്ക് സ്തോത്ര കാഴ്ച 9 നിർത്തുകയും ചെയ്യും. സ്തോത്രം സ്തോത്ര കാഴ്ച എടുത്ത് വെച്ച് ബാക്കി പറയാം. ഇതുകൂടെ ഒന്ന് പറഞ്ഞേച്ച് വേറെ ഉണ്ട് പറയാൻ. അപ്പം ഇതുകൂടെ പറഞ്ഞേച്ചേ നമുക്ക് സ്തോത്ര കാഴ്ച എടുക്കാം. അത് കഴിഞ്ഞ് വേറെ ചില കാര്യം പറയാനുണ്ട്. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തണ്ടേ. എല്ലാം ഞാൻ 9 നിർത്താം. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്താൽ എന്തൊക്കെ സംഭവിക്കും? ശരിയായ നിലയിൽ സുവിശേഷം കേട്ടാൽ 1 മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. സുവിശേഷം ശരിക്ക് കേട്ടാൽ മാനസാന്തരം. ഒരു തെളിവിന് ഒരു വാക്യം വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. സുവിശേഷം കേട്ടാൽ എന്ത് സംഭവിക്കും? 1 മാനസാന്തരം ഉണ്ടാകും. ദൈവത്തിന് മഹത്വം. ഒന്ന് വായിച്ചാട്ടെ, മർക്കോസിന്റെ സുവിശേഷം. മർക്കോസ് 1 അധ്യായത്തിന്റെ 14 വാക്യം വായിച്ചേ. മർക്കോസ് 1:14. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുക. സുവിശേഷം കേട്ടാൽ 1 മാനസാന്തരം ഉണ്ടാകും. എന്തുവാ ഈ മാനസാന്തരം? ഒറ്റവാക്കി പറയാം, വിശദീകരിക്കുന്നില്ല. മാനസാന്തരം തിരിഞ്ഞു വരണം. അപ്പോസ്തല പ്രവൃത്തി 3 അധ്യായത്തിന്റെ 19 വാക്യം ഒന്ന് വായിച്ചേ. 3:19. എന്തായി മാനസാന്തരം? ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളി. അപ്പൊ മാനസാന്തരം ഞാൻ തിരിഞ്ഞു വരണം. നേരത്തെ പോയ വഴിയിൽ കൂടെ ഒന്നും പോകരുത്, അവിടെ നേരെ തിരിയണം. അതാ മാനസാന്തരം. നമ്മൾ മാനസാന്തരപ്പെട്ടിട്ടും പിന്നെ അതിലേ തന്നെയാ പോകുന്നത്. ഇടയ്ക്കിടക്കൊന്ന് നിന്നേച്ചൊന്ന് നോക്കുന്നുണ്ട്, തിരിയണമെന്നാണല്ലോ. തന്നെയല്ല നമ്മൾ പെന്തിക്കോസുകാര് ഈ ഉപേക്ഷിക്കുന്നെന്ന് പറയുന്നത് പുറകോട്ടാ ഉപേക്ഷിക്കേണ്ട, പക്ഷേ നമ്മളെല്ലാം മുന്നോട്ടാ ഉപേക്ഷിക്കുന്നത്. ഉപേക്ഷിക്കേണ്ടത് പുറകോട്ടാ എറിയേണ്ടത്, ഇല്ലേ? നമുക്കൊരു സാധനം വേണ്ട, അത് പുറകോട്ടെറിഞ്ഞേച്ച് നമ്മളങ്ങ് പോവുക. പക്ഷെ നമ്മൾ പെന്തിക്കോസുകാർ ചിലര് എല്ലാവരും മുന്നോട്ടാണ് എറിയുന്നത്. കമ്മലും മാലയും വേണ്ടെന്ന് പറഞ്ഞ് 47 മുന്നോട്ടെറിഞ്ഞു. 2020 ഞാൻ ഇപ്പൊ നടന്നു വന്ന് അത് എടുത്തോണ്ട് ഇതല്ലേ ഇപ്പോഴത്തെ ഞാൻ പറയുന്ന മനസ്സിലാകാരിയാണോ ചേച്ചാ? നിങ്ങൾ പറ. അത് അങ്ങനെ ഇപ്പോഴത്തെ മാനസാന്തര. പക്ഷെ അന്ന് പുറകോട്ടെറിഞ്ഞേച്ച അവര് മുന്നോട്ട് നടന്നു, നമ്മള് മുന്നോട്ടെറിഞ്ഞേച്ച 2025 ഞാൻ പറഞ്ഞ് ഇടുന്നവർക്ക് കുഴപ്പമില്ല, ഇടണമെങ്കിൽ ഇടണ്ടെങ്കിൽ ഇടണ്ട, ആസ് യു ലൈക്ക്. ഒരു ഇംഗ്ലീഷും കൂടി ഇരിക്കട്ടെ. തെറ്റിയോ? കേട്ടൊരു ഇംഗ്ലീഷ് ചുമ്മാ ഇരിക്കല്ലേ. വേണ്ടാന്നുള്ളത് പുറകോട്ടാ കളയണ്ടേ. പിൻപിലുള്ളതിനെ ഞാൻ മറന്നു, മുൻപിലും കൊണ്ടു ലാഗിലേക്കോടിടുന്നു. പിൻപിലുള്ളതിനെ ഞാൻ മറന്നു, മുൻപിലുള്ളതിനായി താഞ്ഞും കൊണ്ട് ലാഗിലേക്കോടിടുന്നു. പാരിൽ പലവിധ
വാസത്തെ ഓർത്തിടും പ്രത്യാശയേറിടും. അപ്പൊ ശ്രദ്ധിക്കുക, ഓടിച്ചു പറയുക, ശരിയായി സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. എന്താ മാനസാന്തരം? തിരിഞ്ഞു വരണം. രണ്ട്, വിശദീകരിക്കുന്നില്ല. മാനസാന്തരം വഷളത്തം വിടുന്നതാ. യോഹന്നാൻ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിച്ചേ. വഷളത്തം വിടണം, അതാ മാനസാന്തരമായിരുന്നു. മോളെ പെട്ടെന്ന് വായിച്ചു. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായ കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. ഒന്നുമില്ല. അടുത്തത്, നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട്. അപ്പൊ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ വഷളത്വം വിടുന്നതാ. വഷളായ ഒരു കാര്യവും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യരുത്, അത് വിടണം. അതാ മാനസാന്തരം. അപ്പൊ സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം വരാത്ത സുവിശേഷമല്ല. 5 കുപ്പി കുടിക്കുമായിരുന്നു. ഇപ്പം പുള്ളി മാനസാന്തരപ്പെട്ടതിന് 1 കുപ്പിയെ കുടിക്കുള്ളൂ. പുള്ളി ചാർമിനാറാ പണ്ട് വലിച്ചോണ്ടിരുന്നേ. ഇപ്പൊ പുള്ളി കുറ്റിവീടിയാ. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നില്ലേ? സ്തോത്രം. പുള്ളി പണ്ട് തെറി പറയുമായിരുന്നു, ഇപ്പൊ തെറി പറയത്തില്ല. പക്ഷെ അത്ര കട്ടിക്ക്. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയാനെ, നിങ്ങളെ ആരും ഉദ്ദേശിച്ചല്ല. പുള്ളി ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് അടിക്കുമായിരുന്നു, ഇപ്പൊ പുള്ളി അടിക്കത്തില്ല, വീശും. തന്നോ മാനസാന്തരം? ഞാൻ 1-ാം പ്രതി ഞാനാ, നിങ്ങളെ ആരെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞു. ഞാൻ എന്നെ പ്രതിയാക്കിയാ പറയാൻ. ഓരോ പ്രസംഗം കഴിയുമ്പോഴും എനിക്കാ രൂപാന്തരം വരണ്ടേ. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഞാനും നിങ്ങളും ആ മാനസാന്തരപ്പെടണ്ടേ. ഇവിടെ ഇരിക്കുന്ന ആരും പൂർണ്ണരൊന്നുമല്ല. ഓരോ യോഗം കഴിയുമ്പോൾ അടുത്തിരിക്കുന്ന ആരെയും വിധിക്കുകയും വേണ്ട. വിധിക്കാൻ നമ്മളെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അവൻ കൊള്ളുകയല്ല, ഇവൻ കൊള്ളുകയല്ല. ആരാ കൊള്ളാവുന്നേ? ഒരാളെന്നോട് പറഞ്ഞു, പുള്ളി ക്ലിയർ അല്ല. ഞാൻ ചോദിച്ചു, നീ ക്ലിയർ ഉള്ള ഒരാളുടെ പേര് പറഞ്ഞു വെച്ച് പോയാ മതി. ഒറ്റ ഒരാളുടെ പേര് ക്ലിയർ ആയിട്ട്, ഒരാളുടെ പേര്. ഒത്തിരി പേരുണ്ടല്ലോ, IPC തന്നെ എത്ര എണ്ണം ഉണ്ട്? 1000കണക്കിന് 10,000 ഒരാളുടെ പേര് ക്ലിയർ. എന്നോട് ചോദിച്ചു, പുള്ളി ക്ലിയർ അല്ലല്ലോ. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു, ആട്ടെ, ക്ലിയർ ആയിട്ട് IPCയിലെ ക്ലിയർ ആയിട്ട് ഒരു തന്റെ പേര് പറയാമെങ്കിൽ ഞാൻ ഇനിയും പ്രസംഗിക്കുന്നില്ല, നിങ്ങൾ പ്രസംഗിച്ചാൽ മതി. ഞാൻ സെന്ററിലൊന്ന് അന്വേഷിക്കട്ടെ. എന്റെ പ്രിയരെ, നമ്മുടെ ദൈവം തമ്പുരാനല്ലാതെ എനിക്കും നിങ്ങൾക്കും തോന്നും ഈ സെന്ററിൽ അല്ലെ നമ്മുടെ വീട്ടിൽ ഈ സമൂഹത്തിൽ നമ്മൾ ക്ലിയർ ആണെന്ന് തോന്നും. പക്ഷെ ദൈവം നോക്കുമ്പോൾ എന്തെല്ലാം അപാകതകളാ, എന്തെല്ലാം ന്യൂനതകളാ. എനിക്ക് തോന്നുന്നു എന്നെ പോലെ ഒരു വിശുദ്ധൻ ഇപ്പൊ ഇന്ത്യയിൽ സ്വർഗം ചിരിക്കുക. കൊള്ളാം കൊള്ളാം കൊള്ളാം. പിന്നെ ദൂതന്മാരുടെ ഈ മൈക്കില്ലാത്ത കൊണ്ട് അവര് ഒന്നും വന്ന് പറയുന്നില്ല. പറയാത്ത കൊണ്ട് നമ്മളെല്ലാം രക്ഷപ്പെട്ട് നിൽക്കുക. അയ്യോ, എന്തെല്ലാം ക്ഷമിച്ചാ ദൈവം നമ്മളെ ഇന്ന് രാത്രി നിർത്തിയിരിക്കുന്നേ. നമുക്ക് ക്ഷമിച്ചാൽ എന്നാ, നമുക്കൊന്ന് ക്ഷമ പറഞ്ഞാൽ എന്നാ, കുഴപ്പം എന്നാ? ദൈവം എന്തെല്ലാം ക്ഷമിച്ചാ നമ്മള്. ഇവിടെ ആരും പൂർണ്ണരല്ല, പരിപൂർണനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, നസറയനാകുന്ന യേശു. പക്ഷെ ഓരോ ദിവസവും ഞാനും നിങ്ങളും ഇത് കേൾക്കുമ്പോൾ യഥാസ്ഥാനപ്പെട്ട് മാനസാന്തരപ്പെടുക. ഓടിച്ചവങ്ങ് അങ്ങ് നിർത്താം. 1, തിരിഞ്ഞു വരണം. 2, വഷളത്തം വിടണം. യെശയ്യാപ്രവചനം 58 വഷളത്തം സംസാരിക്കുന്നത്. വഷളത്തം ഒന്നും സംസാരിക്കുകയും ചെയ്യരുത്. അത് നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കി കളയണം. മറ്റുള്ളവർക്ക് ദോഷമൊന്നും ഒപ്പിക്കരുത്. മറ്റുള്ളവർക്ക് പ്രയാസമായിട്ടൊന്നും വരുത്തരുത്. ആട്ടെ, ഞാൻ വിടുകയാ. സുവിശേഷം കേട്ടാൽ 2 എന്തോ സംഭവിക്കും. 2, സുവിശേഷം കേട്ടാൽ സ്നാനം ഉണ്ടാകും, സ്നാനം നടക്കും. കൊർന്നല്യോസിന്റെ വീട്ടിൽ പൗലോസ് പോയി, പത്രോസ് പോയി. അതിനു മുമ്പ് ആമൻ സ്തോത്രം ശമരിയാക്കാരോട് ഷണ്ണനോട് സുവിശേഷം പറഞ്ഞു പീലിപ്പോച്ചൻ. ആമൻ സ്തോത്രം തേലിൽ നിന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചു സുവിശേഷം പറഞ്ഞു. യേശുവിനെ പറ്റി വാക്യം വായിപ്പിക്കുന്നില്ല, യേശുവിനെ പറ്റി പറഞ്ഞു സുവിശേഷം അറിയിച്ചു. വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോ ഷണ്ണൻ പറയുക, വെള്ളം അതിനാ എനിക്ക് സ്നാനപ്പെടണം. സ്നാനത്തെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. സ്നാനത്തെ പറ്റി പറഞ്ഞില്ലെങ്കിൽ സുവിശേഷം പറഞ്ഞു. ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ, ശരിക്ക് സുവിശേഷം കേട്ടാൽ നീ വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടും. അങ്ങനെ സ്നാനം നടക്കുന്നില്ലെങ്കിൽ ഓർത്തോണം, പറഞ്ഞതൊന്നും സുവിശേഷമല്ല, വിശേഷമെല്ലാം പറഞ്ഞേച്ചു പോയതാ. സുവിശേഷം പറഞ്ഞാൽ സ്നാനം നടക്കും. 1, സുവിശേഷം കേട്ടാൽ മാനസാന്തരം. 2, സുവിശേഷം കേട്ടാൽ സ്നാനം. സുവിശേഷം കേട്ടാനുള്ള വിശേഷത 1,
ഇരുട്ട് മാറും. 2 ഭയം മാറും. 3 സന്തോഷം ലഭിക്കും. 4 നമുക്കൊരു രക്ഷകനെ ലഭിക്കും. ആ സുവിശേഷം കേട്ടാൽ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെ? 1, ശരിക്ക് സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. എന്തുവാ ഈ മാനസാന്തരം? തിരിഞ്ഞു വരവാ, വഷളത്വം വിടുന്നതാ. 2, സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. ഷണ്ണനോട് ഫിലിപ്പോസ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അടിസ്ഥാനപ്പെടുത്തി സുവിശേഷം പറഞ്ഞു. വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോൾ ഷണ്ണൻ പറഞ്ഞു വെള്ളം എന്ന് പറഞ്ഞാൽ സ്നാനത്തെ പറ്റി അവിടെ ഫിലിപ്പോച്ചൻ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയില്ല, പക്ഷെ സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷം കേട്ടപ്പോൾ അതിനകത്ത് സ്നാനമുണ്ട്. ആ സ്നാനമില്ലാത്തത് സുവിശേഷമല്ല. അപ്പോൾ സുവിശേഷം കേട്ടാൽ നടക്കുന്ന കാര്യങ്ങളാ സ്നാനം. 3, സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസിനെ അയച്ചു. പുള്ളിക്ക് പോകാൻ അല്പം മടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇടയിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ചിലയിടത്ത് പോകാനും ചിലയിടത്ത് കൂടാനും ചിലയിടത്ത് നിന്ന് കഴിക്കാനും ചിലയിടത്ത് ഇരിക്കാനും ഒക്കെ മിണ്ടണ്ട. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ ചെല്ലി പോകുകയില്ല, പോയാൽ തന്നെ അവിടെ നിന്ന് കഴിക്കത്തും ഇല്ല. ഒരു പ്രത്യേക ഉപവാസമൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. എനിക്ക് ചിലരെയൊക്കെ അറിയാം, വേറൊന്നും ഞാൻ പറയുന്നില്ല. പത്രോസിനും ഇങ്ങനെയുള്ള ചില സൂക്കേടൊക്കെ ഉണ്ട്. പത്രോസിനെ കർത്താവിന് അറിയാമല്ലോ. അതുകൊണ്ട് കർത്താവ് കൊർന്നേലിയോസിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നതിന് മുന്നേ പുള്ളിയെ തുപ്പട്ടി ഇറക്കി കാണിച്ചു. പണ്ടൊരാൾ വായിച്ചു കഴിഞ്ഞു, പത്രോസിന് തീപ്പെട്ടി കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞത് അതിനെ വീഡിയോ വലിക്കാനാണോ? അപ്പൊ തുപ്പട്ടി കാണിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ അതിനകത്ത് സകല മൃഗങ്ങളും ഇടയാതിയുണ്ട്, അറുത്ത് തിന്നാൻ എന്ന് പറഞ്ഞ് നീ പന്നിയെയും പെരുമ്പാമ്പിനെയും എല്ലാം തിന്നാനല്ല പറഞ്ഞ്. ഇത് കണ്ടുകൊണ്ടുള്ള ആൾക്കാരെല്ലാം ഒരു ഒറ്റ പെരുമ്പാമ്പിനെ പോയി. ഇപ്പൊ കേസാ, നീ പെരുമ്പാമ്പിനെ തട്ടി ഉള്ള പന്നിയെല്ലാം അങ്ങ് അറിഞ്ഞു നിന്നെ. ഇതിനെല്ലാം പന്നിയുടെ ഊരു. ലോകത്തിന് വന്നാലും നേരെ നോക്ക്, മുഴുവൻ പന്നിയെ തിന്ന് ഇടയ്ക്കിടയ്ക്ക് കുട്ടം പന്നി മുക്കറായിടും പോലെ. ഇത് പന്നിയെ പട്ടിയാൻ തിന്നാനല്ല, നീ വിജാതികൻ എടുക്ക പോയി സുവിശേഷം അറിയിക്കണം. ആ കെട്ട് ദൈവം അങ്ങ് പൊട്ടിച്ചതാണ്. എന്തിനേറെ വിസ്തരിക്കുന്നില്ല. കൊർന്നേലിയോസിന്റെ വീട്ടിൽ നിന്ന് ആള് വന്ന് പത്രോസ് അവിടെ ചെന്നു. അവര് പറഞ്ഞു, അയ്യോ നീ വന്നല്ലോ, നിന്നിൽ നിന്ന് കേൾക്കാൻ ഞങ്ങളെല്ലാം ഇവിടെ ഇരിക്കുക. പത്രോസ് വായി തുറന്നു. അങ്ങനെ ഒരു വാക്യമുണ്ട്, പത്രോസ് വാ തുറക്കണം. ഇതുവരെ വാ തുറക്കാത്ത ആൾക്കാർ ഇതിനകത്തിരിപ്പുണ്ട്. ഇനി ലാസ്റ്റ് ഒരു പാട്ട് പാടുമ്പോ തുറക്കാനിരിക്കുക. പാടുന്നില്ല, നേരം പോയത് കൊണ്ടാണ്. ഇതുവരെ വാ തുറക്കാത്ത ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ ഉപദേശമാരെ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം, നമ്മൾ വാ തുറക്കുമ്പോ എല്ലാവരും തുറക്കണം. വേറൊരാൾ തുറന്നാൽ അതൊരു നല്ല നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. ആര് കുത്തിയാലും അരി വെളുക്കട്ടെ, യേശുവിന്റെ നാമം ഉയരട്ടെന്ന്. ചിലപ്പോ ഇവര് പാട്ട് പാടുമ്പോഴായിരിക്കും ദൈവപ്രവൃത്തി, ചിലപ്പം ഉദ്ഘാടനത്തിനായിരിക്കും ദൈവപ്രവൃത്തി, ചിലപ്പോൾ പ്രസംഗത്തിനായിരിക്കാം, ചിലപ്പോൾ നിങ്ങളൊരാൾ പ്രാർത്ഥിക്കുമ്പോഴാ, ചിലപ്പോൾ നിങ്ങൾ കൈയടിക്കുമ്പോഴാ, നിങ്ങൾ ഒരു ഹല്ലേലൂയ പറയും. എങ്ങനെയാന്നേലും യേശുവിന്റെ നാമം ഉയരട്ടെ. പത്രോസ് വായി തുറന്ന് തിരുവചനം സുവിശേഷം പറഞ്ഞു, ശരിക്കും വചനം പറഞ്ഞു. 44 വാക്യം വായിച്ചേ മോളെ. 10:44. പെട്ടെന്ന് വായിച്ചോ, നേരമില്ല, പെട്ടെന്ന് വായിച്ചോ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവരനങ്ങാതിരുന്നല്ല, മിണ്ടാതെ മൃഗലിക്കാതെ ഇരുന്നല്ല. അടുത്ത വാക്യം വായിക്കും മോളെ. അവർ അന്യഭാഷകളിൽ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേൽ വന്നപ്പോൾ ഊമം തെറ്റിയിരുന്നല്ല, അവർ അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വീകരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മൺകൂടാരത്തിൽ ഇറങ്ങിയാൽ നീ ആത്മശക്തിയോടെ നൃത്തം ചെയ്ത് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെന്നൊക്കെയാ പറയുന്നത്. ഇന്ന് വരെ അനങ്ങിയിട്ടില്ല. പ്രാപിച്ചു തന്നോ? പിന്നെ മാങ്ങാനും ജോസഫ് വന്നപ്പോ IPC-കാരങ്ങനെ പറയുന്നത്. ചർച്ചോക്കോടുകാർ പറയും വാര്യാവരും വന്നപ്പോൾ. ആയിക്കോട്ടെ. എജിക്കാർ പറയും ജോൺ സാറ് വന്നപ്പോ പ്രാപിച്ചതാണ്. അത് നല്ല കാര്യം, പക്ഷെ അനങ്ങുന്നില്ലല്ലോ. ഇവിടെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കും ദൈവവചനം കേട്ടാ, സുവിശേഷം കേട്ടാ. വിവരിക്കുന്നില്ല. അപ്പൊ സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യം ഒന്ന് മാനസാന്തരം,
2 സ്നാനം, 3 അഭിഷേകം, 4 വേർപാട്. വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ ആമേൻ, സുവിശേഷത്താൽ വേർപാടുണ്ടാകും. ആൾക്കാർ മാറ്റപ്പെടുക എന്നുള്ളതല്ല, ലോകത്തോടും പാപത്തോടും ആചാര അനുഷ്ഠാനങ്ങളോടൊക്കെ വേർപാട്. ദൈവമക്കൾ വേർപാട് പാലിക്കണം. നീ ബെന്തിക്കോസി വന്ന് ദൈവവേദനായി കഴിഞ്ഞാൽ നേരത്തെ രീതിയിലൊന്നും നടക്കരുത്. ഉണ്ടല്ലോ ഒത്തിരി ഉണ്ടല്ലോ. 28 കെട്ടിനും മാമോദിസായ്ക്കും ആണ്ടിയാത്തത്തിനും അടിയന്തരത്തിനും 16 അടിയന്തരത്തിനും കൊടക കൊടുക്കാനും ഒത്തിരി ഉണ്ടല്ലോ. അതിനൊന്നും പിന്നെ പോകരുത്. ദൈവമക്കളാ. ക്രിസ്തുമസ് ആഘോഷിക്കാനും ഓണം ഉണ്ണാനും ഈസ്റ്റർ ആഘോഷിക്കാനും അപ്പവും താറാവ് കറിയും തട്ടാൻ നീ വേർപാട് പാലിക്കണം. വേണ്ടായോ? ഇപ്പോഴും പോയി പാർട്ടിയുടെ കൊടിയും പിടിച്ചുകൊണ്ടിരിക്കുക ബൂത്തില്. നമ്മുടെ സഭയിലെ സെക്രട്ടറിയാ ബൂത്തിലാണോ അവിടെ ഇരിക്കുന്നേ? കൺവെൻഷനും വരും, കൊടിയും പിടിച്ചോണ്ട് വേറെ പരിപാടിക്കും. അത് കൊടി പിടിക്കാൻ വേണ്ടപ്പെട്ടവരുണ്ട്, അവര് പിടിച്ചോളൂ. നീ ദൈവവൈതലാ. നിനക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് നീ വോട്ട് ചെയ്തു. നിനക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് അതിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷെ നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകരുത്. വേർപാട് പാലിക്കണം. ശരിക്ക് സുവിശേഷം കേട്ടാൽ ദൈവമക്കൾ വേർപാട് പാലിക്കണം. ദൈവത്തിന് മഹത്വം. ഇതാ നടക്കേണ്ടത്. അതാ സുവിശേഷം. ആ സുവിശേഷ പുസ്തകത്തിൽ നിന്നാ വായിച്ചത്. നേരമില്ലാത്തതുകൊണ്ടൊന്നും പറയുന്നില്ല. 10-ാമത് യോഹന്നാന്റെ സുവിശേഷം 10:4 ഒന്നുകൂടെ വായിച്ചോ മോളെ. വായിച്ച കുറുവാക്യമെങ്കിലും വായിച്ചു പോകാം. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി എന്ന് പറഞ്ഞാൽ തനിക്കുള്ളവയൊക്കെയും ദൈവം പുറത്തിറക്കും. യോഹന്നാന്റെ വാച്ച് ഞാൻ എത്ര മിനിറ്റ് ഉണ്ട്? ഇനി 9 ആകാൻ 5 മിനിറ്റ് ഉണ്ടോ? 9 കഴിഞ്ഞോ? ഇനിയും പറയാൻ നേരം. തനിക്കുള്ളവയെ ദൈവം പുറത്തിറക്കും. എനിക്ക് 1.5 മണിക്കൂർ കുറഞ്ഞതെങ്കിലും വേണം. എന്നാലേ നമ്മുടെ രീതി അതാ. ദൈവത്തിന് മഹത്വം. പറയാതെ പോയാ എനിക്കത് കുഴപ്പം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. ഞാൻ വിവരിക്കുന്നില്ല. ഓരോ അധ്യായത്തിലും യേശുവിന്റെ മഹത്വം. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിൽ നിത്യജീവൻ വെക്കുന്ന ദൈവം. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം. 7-ാം അധ്യായത്തിൽ ആത്മ നിറവിനെ കൊടുക്കുന്ന ദൈവം. 8-ാം അധ്യായത്തിൽ വെളിച്ചമാകുന്ന ദൈവം. 9-ാം അധ്യായത്തിൽ പുറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ സർവജ്ഞനായ ദൈവം. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനാകുന്ന ദൈവം. 11, 12-ാം അധ്യായത്തിൽ മരിച്ചു നാറ്റം വെച്ചവന് ഉയർപ്പിക്കുന്ന ദൈവം. ഓരോ അധ്യായത്തിലും ദൈവമാണ് തെളിയിച്ചു. 10:4 പറയുക, തനിക്കുള്ളവയെ പുറത്തിറക്ക്. ഇന്ന് രാത്രി ദൈവത്തിന് ഉപയോഗമുള്ളവയെ ദൈവം പുറത്തിറക്കും. വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിന്റെ 14 വായിക്കുമ്പോൾ ഉടനെ അവർ യോസേപ്പിനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് പുറത്തിറക്കി. അവനെ വസ്ത്രം ധരിപ്പിച്ചു. അവൻ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ലോകക്കാര് മുഴുവൻ വിധി എഴുതിയത് ഇനി യോസേപ്പ് വെട്ടം കാണുകയില്ല, വെളിച്ചം കാണത്തില്ല, അപവാദക്കുറ്റം അടിച്ചേൽപ്പിച്ച്. അയാൾ ഇച്ചിരി സമയം എടുക്കാതെ ഒക്കുള്ളൂ, അല്ലാതെ ഒക്കത്തില്ല. സ്വോത്രം. ഞാനൊരു 10 മിനിറ്റ് കൂടെ എടുത്തോട്ടെ. വണ്ടി ഇല്ലാത്തവരെ ഞാൻ എൻ്റെ വണ്ടിയെ കൊണ്ട് വിടാം. എവിടെ വേണേലും വിടാം. വിട്ടേക്കാം. സമാധാനമായല്ലോ. ഇന്ന് രാത്രി മുഴുവൻ എൻ്റെ വണ്ടി ഓടുക. എന്നാൽ ഇത് കേട്ടേച്ച് പോ, ഗുണം വരട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക. യോസേപ്പ് കുണ്ടറയ്ക്കകത്ത് കിടക്കുക, നിരപരാധിയ. പക്ഷേ എല്ലാരും മറുപക്ഷത്ത് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇവൻ കൊള്ളുകയല്ലെന്ന് ആക്കി തീർത്തു. തള്ളടയിലാന്ന് ഇച്ചിരി തുണി ഇരിപ്പുണ്ട്. എന്നെ നിങ്ങൾ രണ്ടുകൂടെ പറയാൻ കണക്കൊക്കെ പിന്നെ നമുക്ക് നോക്കാം. ഇങ്ങോട്ട് നോക്ക്. ഒക്കെ പിന്നെ വായിക്കാം. ഇങ്ങോട്ട് നോക്ക്. അതങ്ങ് മടക്ക്. പിന്നെ നോക്കാം കണക്ക്. ഇങ്ങോട്ട് നോക്ക്. യോസേപ്പിനെ അപമാനക്കുറ്റം അടിച്ചേൽപ്പിച്ച് കാരാഗൃഹത്തിൽ തിരിക്കുക. ആ തള്ളയുടെ കയ്യിൽ തുണി ഇരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തള്ള തുണി എടുത്ത് ഫേസ്ബുക്കിൽ ഒന്ന് കാണിക്കും. ഇല്ല, അവന്റെ തുണിയാന്ന്. ഉടനെ അതിന് ലൈക്ക് അടിക്കാൻ നമ്മുടെ അച്ചായന്മാരും
എന്നാലും എൻ്റെ അമ്മാമ്മ ചൈനീസ് സിൽക്കാന്നോ? അമ്മ പറഞ്ഞു കോട്ടനാന്നാ തോന്നുന്നു. തെളിവ് കയ്യിലിരിക്കുക, തള്ളയുടെ കയ്യിൽ. സകല ആൾക്കാരും വിധി കരുതി ഇനി യോസേപ്പ് വെട്ടം കാണത്തില്ല. എന്നാൽ യോസേപ്പിന് ഒന്നറിയാൻ, ഞാൻ നിരപരാധിയാ. ദൈവത്തിന്റെ ടൈമാകുമ്പോൾ എന്റെ ദൈവം എന്നെ പുറത്തിറക്കും. ഞാൻ അങ്ങനെ തിക്താനുഭവങ്ങളിൽ കൂടി പോകുന്ന ദൈവദാസന്മാരോട് പറയാ, ഇങ്ങനെയുള്ള രംഗങ്ങൾ വരുമ്പോൾ കേസ് കൊടുക്കാൻ പോകരുത്, കോടതി പോകരുത്, വഴക്കുണ്ടാക്കാൻ പോകരുത്, മല്ല് കെട്ടാൻ പോകരുത്. മുട്ടേലിരിക്കണം. നീ മുഴങ്കാലിന്മേലിരുന്ന് പോരാടി പ്രാർത്ഥിക്കുമ്പോൾ സമയമാകുമ്പോൾ നിന്നെ പുറത്തിറക്കുന്ന ഒരു ദൈവമുണ്ട്. സമയമാകുമ്പം തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരും. ടൈമാകുമ്പോൾ ദൈവം നിന്നെ പുറത്തിറക്കും. മുട്ടുകുത്തുമെന്ന് പറഞ്ഞപ്പോ തള്ള വരാ മുട്ടുകുത്തിയത്. സ്തോത്രം. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാ. എനിക്കത് വിസ്തരിച്ച് പ്രസംഗിച്ചാൽ കൊള്ളാന്നുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക. ദൈവത്തിന് മകത്ത് പിടിച്ചു നിർത്തുക. തനിക്കുള്ളവയെ പുറത്തിറക്കും. യോസേപ്പിനെ പുറത്തിറക്കി. ഒരു വാക്യം കൂടെ ചേർന്നൊന്ന് വായിച്ചേ. യെസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. പുറത്തിറക്കുന്ന ദൈവം. യെസ്രാ 1:7. പെട്ടെന്ന് താളിഞ്ഞോട്ട് മറിക്കുമ്പോൾ ഇടത്ത് വശത്ത് മേളിൽ നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങളും കോരശ് രാജാവ് പുറത്തെടുപ്പിച്ചു. ഇത് ദൈവം തമ്പുരാൻ വിശുദ്ധീകരിച്ച പൊൻവെള്ളി പാത്രങ്ങളാ. നെബൂഖദ്നേസർ രാജാവ് അധികാരസീമ ഉപയോഗിച്ച് യെരൂശലേം എന്ന് നിരോധിച്ച് സകല എല്ലാ യെരൂശലേമിനെയും സകല പരാക്രമശാലികളുമായ 10,000 പേരെയും എല്ലാ ആശാരിമാരെയും കൊല്ലന്മാരെയും പിടിച്ചു കെട്ടി കൊണ്ടുപോയെന്ന് 2 രാജാ 24:14 കിടപ്പുണ്ട്, വായിപ്പിക്കുന്നില്ല. അങ്ങനെ കൊണ്ടുപോയി പിടിച്ചെടുത്ത് ദൈവാലയം വക വിശുദ്ധ പാത്രങ്ങൾ അവൻ ശിനാർ ദേശത്ത് ദേവന്റെ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരഗൃഹത്തിൽ കൊണ്ട് അവൻ വെച്ചു പൂട്ടി ഉറപ്പിച്ചു. പക്ഷേ വിസ്തരിക്കാൻ നേരമില്ലാഞ്ഞിട്ടാ ദീർഘവർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബേൽശസ്സർ ഒരു വിരുന്ന് കഴിച്ചു. വിരുന്നിൽ അവൻ സല്ലപിച്ച് ഉല്ലസിച്ചപ്പോൾ വാതിലെല്ലാം അടയ്ക്കാൻ മറന്നുപോയി. കോരേശ് അനുയായികളും പുറത്തു നിൽക്കുക. യെശയ്യാ പ്രവചനം 44-ന്റെ ഒടുവിലും 45-ന്റെ പ്രാരംഭവാക്യം പോലെ കതകുകളും ഒടുവൻ ദൈവം തുറന്നു. കറകടയ്ക്കാൻ ഇവനെല്ലാം മറന്നു. കലക് മുഴുവൻ തുറന്നു. അന്ന് രാത്രി ബേൽശസ്സർ കൊല്ലപ്പെട്ടു. അവൻ സ്വോത്രം ശത്രുക്കൾ ഇരമ്പിച്ചകത്തോട്ട് കയറി. അവൻ വിസ്തരിക്കാൻ നേരമില്ലാഞ്ഞിട്ടാ അവിടെ വന്ധ്യനും വയോധികനുമാകുന്ന ദാനിയേല് വന്ന് ചോദിക്കുക, നീ കോരേശല്ലേ? കോരേശ് ഞെട്ടിപ്പോയി. യോ, എന്നെ എങ്ങനെ അറിയാ? നിന്നെപ്പറ്റി നീ ജനിക്കുന്നതിന്, നിന്റെ വല്യപ്പൻ ജനിക്കുന്നതിന് മുമ്പ് യെശയ്യാ പ്രവാചകൻ പേര് വരെ എഴുതി വെച്ചിട്ടുണ്ട്. കോരേശന്റെ ഇടയൻ. കോരേശിന്റെ അകവാള് വെട്ടിപ്പോയി. ഈ അകവാള് വെട്ടിയ കോരേശ്, എന്തോ നിനക്ക് വേണം? നിങ്ങൾക്ക് എന്തോ വേണം? ഞങ്ങൾക്ക് ദൈവാലയം പണിയണം. കോരേശ് കൽപ്പന പുറപ്പെടുവിച്ചു. കൽപ്പനയുടെ വെളിച്ചത്തിൽ ദൈവാലയത്തെ അവൻ ഉപകരണങ്ങൾ മുഴുവൻ, ഭണ്ഡാരഗൃഹത്തിലെ ഉപകരണം മുഴുവൻ ശിനാർ ദേശത്ത് ദേവന്റെ ക്ഷേത്രത്തിൽ പുറത്തടിപ്പിച്ചു. ദൈവത്തിന് വിശുദ്ധമായ പാത്രത്തെ അകത്തിട്ട് ബന്ധിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവം പുറത്തുറപ്പിക്കും. അവൻ താമര കഥകളെ തകർത്ത് ഇരുമ്പോണാമ്പുകളെ കണ്ണിച്ച് ഇന്ന് രാത്രി ദൈവം നിന്നെ പുറത്തിറക്കുന്ന ദൈവമാ. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. സമയമാകുമ്പോൾ ദൈവം നിന്നെ പുറത്തിറക്കും. ഇതിനെ ചേർന്ന് തത്തുല്യമായ പാട്ടും സംഭവങ്ങളും വേറെ വാക്യങ്ങളൊക്കെ ചേർത്ത് കോർത്തിണക്കിയാ ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് അതിന് മുതിരുന്നില്ല. അടങ്ങുക. ഒരു വാക്യവും കൂടെ വായിച്ചു. അപ്പൊ അത് പറഞ്ഞങ്ങ് പോകാം. നമുക്ക് അറിവുള്ള വാക്യമാ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യവും കൂടെ വായിച്ചങ്ങ് നിർത്താം. അതേ ഒക്കൂ. വായിര്. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കൽ എത്തി. അടുത്തത് അതവർക്ക് സ്വതവേ തുറന്നു. അടുത്തത് അവർ പുറത്തിറങ്ങി. പത്രോസും ദൂതന്മാരും പുറത്തിറങ്ങി. 4 ദേവകരുള്ള 4 കൂട്ടത്തിന് ബന്ധിച്ചിട്ടിരിക്കുക. പെസഹായായതുകൊണ്ട് കണ്ടിക്കാതിട്ടിരിക്കുക. യാക്കോബിനെ കൊന്നു. ഹെരോദാവ് കൈ നീട്ടി വെച്ചിരിക്കുക. പത്രോസിനെയും കൊല്ലാനായിട്ട് പിടിച്ചു ബന്ധിച്ച്. സകല ആൾക്കാരും പറഞ്ഞു പീറ്റർ ഇതോടെ തീർന്നെന്ന്. പക്ഷെ അന്ന് രാത്രി ദൈവം ദൂതനെ ഇറക്കി.
ദൂതനെ ഇറക്കി. 1-ാം കാവലും 2-ാം കാവലും ഒക്കെ ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്ന് ആമേൻ പത്രോസിനെ പുറത്തിറക്കി. നിന്നെ പുറത്തിറക്കുന്നൊരു ദൈവമുണ്ട്. ശത്രുവിന്റെ കയ്യിൽ ആമേൻ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നിന്നെ ബന്ധിച്ച ബന്ധനത്തെ ഇന്ന് രാത്രി ദൈവം അടിച്ചു മാറ്റും. നിന്നെ അകത്തിട്ട് ബന്ധിക്കുമെന്ന് എല്ലാരും ചേർന്ന് വിധി കെടുമ്പോൾ നിന്നോട് ദൂര് പറയുകയാ, ഇനി നീ അധിക നാൾ അകത്ത് കിടക്കത്തില്ല. സമയമാകുമ്പോൾ ദൈവം നിന്നെ പുറത്തിറക്കും. തനിക്കുള്ളവരെ പുറത്തിറക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിന്നെ പുറത്തിറക്കുന്ന ഒരു ദൈവമുണ്ട്. യോസേപ്പിനെ പുറത്തിറക്കി, പത്രോസിനെ പുറത്തിറക്കി, ദൈവാലയം മക ആലയത്തിന്റെ സകല പാത്രങ്ങളും പുറത്തിറക്കി. ഇന്ന് രാത്രി ഒരു കുഞ്ഞുങ്ങളും നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആരും മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ അനുഗ്രഹിക്കുന്ന യേശുവുണ്ട്, നിന്നെ രക്ഷിക്കുന്ന യേശുവുണ്ട്, നിന്നെ പുറത്തിറക്കുന്ന യേശുവുണ്ട്, നിന്നെ സഹായിക്കുന്ന യേശുവുണ്ട്. ഇന്ന് രാത്രി വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം.